നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറയുന്നു. ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് എനിമി അറ്റ് ദ ഗേറ്റ് എന്ന ഒരു സീരീസ്, അത് ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ഒരു ഒരു പോളമിക് സീരീസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സീരീസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ ഡോക്ടറിൻസിനെ ഡിഫെൻഡ് ചെയ്യാനും വേദപുസ്തകത്തിൽ നിന്ന് വ്യാഖ്യാനിക്കാനുമാണ് ഞാൻ പരിശ്രമിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് വേറൊരാളുടെ ടെറിട്ടറിയിലോട്ട് നമ്മൾ കടക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഞങ്ങളുടെ നമ്മുടെ സഭയുടെ ഫേബ്രിക്കിനെ പതുക്കെ പതുക്കെ ചിതൽ തിന്ന് അവസാനം അതൊന്നുമില്ലാത്ത അവസ്ഥയിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ ഇത് കയറുമ്പോൾ തന്നെ ടെർമിനേറ്റർ അടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് അടുത്തിടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടും കൂടിയാണ് വി നീഡ് ടു ടാക്കിൾ ഇറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വളരെ ഭയങ്കരമായ പ്രതികരണമാണ് എല്ലായിടത്തും ഉണ്ടായത്. അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്, ഗേറ്റ് മിനിസ്ട്രീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇടതടവില്ലാത്ത സന്ദേശങ്ങളും അക്യൂസേഷൻസും ശാപങ്ങളും എല്ലാം അവിടുന്ന് ഇവിടുന്നും എല്ലാം രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ശാപമൊക്കെ വളരെ ദൈവികമായിട്ടാണ് പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ വിഷയങ്ങളെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യം ക്ലാരിഫൈ ചെയ്ത ശേഷം നമുക്ക് അവർ തന്ന കമന്റ്സിലേക്ക് നമ്മൾ ശ്രദ്ധയെ തിരിക്കാം. ഇതിനെക്കുറിച്ചൊരു വേറൊരു സെഷൻ വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദിസ് കുഡ് ബി അവർ ഫൈനൽ സെഷൻ, റിവ്യൂ ആൻഡ് ഓൾ. അങ്ങനത്തെ സെഷൻ വേണ്ടി വന്നാൽ പിന്നീട് നമുക്ക് ചെയ്യാവുന്നതാണ്. ബേസിക്കലി രണ്ട് കാര്യങ്ങളിലാണ് എനിക്ക് ക്ലാരിഫിക്കേഷൻ വരുത്തണം എന്ന് തോന്നിയത്. ഒന്ന്, അഭിഷിക്തന്മാരുടെ വിഷയമാണ്. ഇത് ഡയറക്ട്ലി ഈ ഒരു എന്താ പറയുന്ന ഒരു ദുരുപദേശവുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല. എന്നാൽ പലരും ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അഭിഷിക്തൻ പഴയ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിഷിക്തനെ തൊടരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ പല സന്ദേശങ്ങളും വന്നു. അതിന്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ അഭിഷിക്തന്മാരുണ്ടായിരുന്നു. മോശെ ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, അവരെല്ലാം അഭിഷിക്തന്മാരായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ദൈവം ഈ അഭിഷിക്തനായ പ്രവാചകനിലൂടെയും പുരോഹിതനിലൂടെയും മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ദൈവത്തിന് വേറെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരോട് ദൈവം സംസാരിക്കുന്നില്ല. അപ്പൊ ദൈവം അവന്റെ ആളുകളായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ പുരോഹിതനും ദൈവത്തിന് സംസാരിക്കാൻ പ്രവാചകനും, അങ്ങനെ ദൈവം തന്നെ അഭിഷേകം ചെയ്ത ആളുകളിലൂടെയാണ് അന്ന് കർത്താവ് ജനത്തോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. അവരെയാണ് അഭിഷിക്തന്മാരെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ക്രിസ്തുവിൽ ഈ അഭിഷേകം പൂർണ്ണമായി വെളിപ്പെടുകയും അവൻ തന്നെ പ്രവാചകനും പുരോഹിതനും രാജാവുമായി നമുക്ക് എന്നേക്കുമായിട്ടുള്ള അഭിഷിക്തനായി വാഴിക്കപ്പെടുകയും ചെയ്തതോടുകൂടി ആ ക്രിസ്തുവിന്റെ തലയുടെ കീഴെ നമ്മളെല്ലാവരും അഭിഷേകമുള്ളവർ, എന്നാൽ അഭിഷിക്തന്മാരല്ല. അഭിഷേക തൈലം വീണത് കർത്താവിന്റെ തലയിൽ മാത്രമാണ്. നമുക്ക് അഭിഷേകമാണ് ലഭിച്ചത്. ഈ അഭിഷേകം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അഭിഷേകം തന്നെയാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ആരെയും അഭിഷിക്തൻ എന്ന പേരിൽ സംബോധന ചെയ്യാറില്ല. യേശുക്രിസ്തു മാത്രമാണ് അഭിഷിക്തൻ. പുതിയ നിയമത്തിൽ മാത്രമാണ് അങ്ങനത്തെ കാര്യം. അതായത് യേശുക്രിസ്തു മെശിഹായാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷിക്തനാണ് എന്നാണ് അർത്ഥം. ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. ക്രിസ്റ്റോസ് എന്ന പദമോ മെശിഹ എന്ന പദമോ ഒരു മനുഷ്യനും ഫിറ്റ് ആവുകയില്ല. കാരണം ദൈവത്തിനും മനുഷ്യരുടെ ഇടയിൽ സംസാരിക്കാനും ദൈവത്തോട് എൻ്റെ കാര്യങ്ങളിൽ പറയാനും പഴയ നിയമത്തിൽ പല ആളുകൾ ഉണ്ടായിരുന്നാൽ പുതിയ നിയമത്തിൽ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അഭിഷിക്തൻ എന്ന പദത്തിന് പ്രസക്തിയില്ല. നമുക്ക് എല്ലാവർക്കും ഒരേ അഭിഷേകമാണ്. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, അഭിഷേകം ഉള്ളവരെയാണ് നമ്മൾ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നതെന്ന്. അല്ല, തെറ്റാണ്. അങ്ങനെയല്ല അഭിഷിക്തൻ എന്ന് വിളിക്കുന്നത്. അഭിഷേകം ലഭിച്ച പല ആളുകളെയും നമ്മൾ അഭിഷിക്തൻ എന്ന് വിളിക്കാറില്ല. എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരെയാണ് ഈ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നത്. അവിടെയാണ് അതിന്റെ ചതിയുള്ളത്. അഭിഷേകമുള്ളവരെല്ലാം ഒന്നുകിൽ അഭിഷിക്തന്മാരായിരിക്കണം. അപ്പൊ ഒത്തിരി ക്രിസ്തുക്കൾ ഉണ്ടാകും. അപ്പോൾ പിന്നെ അതിനകത്ത് ക്രിസ്തു എന്ന് വിളിച്ചില്ലെങ്കിലും വേറൊരു അർത്ഥത്തിൽ വേണമെങ്കിൽ അഭിഷേകം അങ്ങനെ പറയാൻ പറ്റില്ല. ഗ്രാമാറ്റിക്കലി പറയാം, ഈവൻ ലിംഗ്വിസ്റ്റിക്കലി അങ്ങനെ പറയാൻ പറ്റത്തില്ല പോലും അങ്ങനെ ചിന്തിക്കാം. പക്ഷെ എല്ലാ വിശ്വാസികളെയും അഭിഷിക്തൻ എന്ന് വിളിക്കാൻ ഇവർ തയ്യാറല്ല താനും. അപ്പൊ ശുശ്രൂഷകർ മാത്രം ഒരു അഭിഷിക്തൻ ക്ലാസ് ആയിട്ട് മാറുന്നത് ഈ ഒരു കൾട്ടിക് കൺട്രോളിന് വേണ്ടിയാണ്. പക്ഷെ പലരും ഇത് അറിവില്ലായ്മയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കൾട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾ കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഗേറ്റ് മിനിസ്ട്രീസിന്റെ ആളുകൾ നമ്മോട് പ്രതികരിച്ചത് രണ്ട് രീതിയിലാണ്. അതിലൊരു രീതി വചനം എടുത്ത് കാണിക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ ഉചിതമായ രീതിയാണ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ വേറൊരു രീതി ഇവർ അവലംബിക്കുന്നതായിട്ട് കണ്ടു. അവര് പറയുന്നു, ഈ എപ്പിസോഡ് ഇത്രാം തൊട്ട് ഇത്രാമത്തെ എപ്പിസോഡ് വരെ കേൾക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വിവരം ഉണ്ടാകാത്തതെന്നാണ്. അതായത് നിങ്ങൾക്ക് വിവരം ഉണ്ടാകണമെങ്കിൽ ഞങ്ങളുടെ എപ്പിസോഡ് ഇത്ര മുതൽ കാണണം. അത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: നിങ്ങൾ ആവശ്യത്തിന് ബ്രെയിൻ വാഷ്ഡ് ആയിട്ടില്ല, നിങ്ങൾ വരൂ, ബ്രെയിൻ വാഷ്ഡ് ആകൂ, എന്നാൽ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ CD അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാർട്ടുകൾ നോക്കിയാൽ നിങ്ങളുടെ ബ്രെയിൻ കറങ്ങും.
അതുകൊണ്ട് വചനം നോക്കിയാലൊന്നും ഇത് മനസ്സിലാവില്ല. നിങ്ങൾ വചനം മാത്രം നോക്കിയത് കൊണ്ടാണ് ഇത് ശരിക്കും പിടികിട്ടാത്തത്. അത് ഞങ്ങളുടെ ടീച്ചിങ്ങും കൂടെ നോക്കിയാൽ മാത്രമേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇത് തന്നെ യഹോവസാക്ഷികളും പറയുന്നത്. നിങ്ങൾക്ക് ബൈബിൾ വായിക്കുന്നതിന്റെ കൂടെ വാച്ച് ടവർ സൊസൈറ്റിയുടെ ഉണരുക അല്ലെങ്കിൽ വീക്ഷാഗോപുരം ഇങ്ങനെയുള്ള മാസികകൾ കൂടെ അവർ തരും. കാരണം അതും കൂടെ വായിച്ചാലേ നമുക്ക് അവരുടെ ഫ്രെയിംവർക്കിനകത്ത് കയറാൻ പറ്റുള്ളൂ. ബൈബിൾ വായിച്ചാൽ ഒരു വകയും മനസ്സിലാവില്ല. അതാണ് ഈ കൾട്ടുകളുടെ വേറൊരു പ്രത്യേകത. അവരുടെ എപ്പിസോഡുകൾ അല്ലെങ്കിൽ അതാണ് സത്യം വെളിപ്പെടുത്തുന്നത്, അല്ലാതെ ബൈബിളല്ല. അപ്പോൾ ഒന്നാമത് അങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം എടുത്തുകൊണ്ട് ആ ഒരു പോസ്റ്റ്, അതായത് നിങ്ങളെ ഒന്ന് കേട്ട് നോക്കിയേക്കാം എന്ന് തോന്നിപ്പിക്കുന്ന പാവങ്ങളായ വൃതന്മാരെയും തെറ്റിക്കാൻ ഇതിനകത്ത് ഗുലുമാലുകൾ വെക്കാൻ കഴിവുള്ള ആളുകൾ തന്നെയാണ് ഈ കൾട്ടുമായിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ആരും ഇതിന് എന്താ പറയുന്നത് കൾട്ട് പ്രൂഫ് ഒന്നുമല്ല. അതായത് ശരിക്കും രക്ഷാനിർണയം ഇല്ലാത്ത ആളുകൾ പലർക്കും ഇതിനകത്ത് ഇടർച്ച സംഭവിക്കാം. അതുകൊണ്ട് ഈ എപ്പിസോഡ് കേട്ട് സമയം കളയണ്ട. ഞാൻ വായിച്ചത് മുഴുവൻ എപ്പിസോഡ് കേട്ട് സമയം കളയണ്ടെന്ന് പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം റെസ്പോണ്ട് ചെയ്തെല്ലാം അവർ പ്രിന്റ് ചെയ്ത ട്രാക്റ്റിനോടാണ്. പ്രിന്റ് ചെയ്ത ട്രാക്റ്റിൽ അവർ എഴുതിയ കാര്യങ്ങളോടാണ് ഞാൻ പ്രതികരിച്ചത്. വേറെ ചിലർ ഒരു പരാമർശമാണ് നടത്തിയത്. ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്, ഞാൻ പൗലോസിനെ തള്ളി പറയുന്നു എന്ന് ആരോ പറയുന്നു. സഹോദരങ്ങളെ, എങ്ങനെയാണ് പൗലോസിനെ ഞാൻ തള്ളി പറയുന്നത്? പൗലോസിന്റെ കമന്ററി ലേഖനങ്ങളാണ് ഞാൻ മുഴുവൻ പ്രസംഗിക്കുന്നത്. പൗലോസ് നമുക്കുള്ളവരല്ലെന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ പറയുന്ന പൗലോസ് എല്ലാവരുടെയും ആണെന്നാണ്. അതാണ് നമ്മുടെ പോയിന്റ്. പോൾ ബിലോങ്സ് ടു എവരി വൺ. പർട്ടിക്കുലർലി പൗലോസ് ജാതികളോടാണ് സംസാരിച്ചതെങ്കിലും പൗലോസ് ഉപദേശിച്ചത് കർത്താവ് മറച്ചു വെച്ചിരുന്ന മർമ്മം ജാതികൾക്ക് മാത്രമല്ല, ആദ്യം യഹൂദനും പിന്നെ യവനനുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നാൽ ആദ്യ യഹൂദൻ പിന്നെ യവനൻ. ഇവിടെ ഒരു വേർതിരിവില്ല എന്ന് പറയാനാണ്. ഒരു ജാതിയുള്ളൂ, ക്രിസ്തു വിഭജിക്കപ്പെടുന്നില്ല, ഒരു സുവിശേഷമേ ഉള്ളൂ എന്ന് പറയാനാണ് അത്രയും പറഞ്ഞത്. അല്ലാതെ പൗലോസ് വേണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള തെറ്റായ കാരണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്നാനം അത്യന്താപേക്ഷിതമാണോ എന്നുള്ള വിഷയമാണ്. ഈ ചില കാര്യങ്ങൾക്ക് വേണ്ടി ക്ലാരിഫൈ ചെയ്ത ശേഷം നമുക്ക് ആ വചനത്തിലേക്ക് വരാം. സ്നാനം ദൈവത്തിന്റെ കമാൻഡ്മെന്റ് ആണ്, രക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ സ്നാനം ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ സാൽവേഷൻ. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കൊച്ച്, നമ്മളൊരു 10 വയസ്സായ കൊച്ച് രക്ഷിക്കപ്പെട്ടു, പക്ഷെ സ്നാനപ്പെട്ടില്ല, മരിച്ചു. അപ്പോ സ്നാനപ്പെട്ടില്ല എന്ന് വിചാരിച്ചത് അവന് സ്വർഗം നിഷേധിക്കപ്പെടുന്നില്ല. ഹി ഹാസ് ദാറ്റ് സാൽവേഷൻ എക്സ്പീരിയൻസ്, ബട്ട് ഹി ഈസ് നോട്ട് ബാപ്റ്റൈസ്ഡ്. അതുപോലെ നിങ്ങൾ വിശ്വസിച്ചു, സ്നാനമേറ്റില്ല, ക്രൂശിലെ കള്ളനായാലും വിശ്വസിച്ചു, സ്നാനമേറ്റില്ല, ഹി ഡിഡ്ന്റ് ഹാവ് എ ചാൻസ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷ അവിടെ തന്നെ പൂർണ്ണമാണ്, ഫെയ്ത്തിൽ നിന്ന് തന്നെ പൂർണ്ണമാണ്. എന്നാൽ സ്നാനം എന്ന് പറയുന്നത് അത് രക്ഷയുമായി മിസ്റ്റീരിയസ്ലി കണക്റ്റഡ് ആണ്. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഒരു ചാൻസ് അതിന് കിട്ടിയില്ലെങ്കിലും ദാറ്റ് മീൻസ് ബാപ്റ്റിസം ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി നെസസറി ഫോർ സാൽവേഷൻ. ഈ ബാപ്റ്റിസം അബ്സല്യൂട്ട്ലി നെസസറി ആണെന്ന് വിശ്വസിക്കുന്ന കത്തോലിക്ക, യാക്കോബോ, മർത്തോമ ചർച്ചുകളാണ്. അവർ കുഞ്ഞുങ്ങൾ ഇനി ഇടയ്ക്കെങ്ങാനും മരിച്ചുപോയി പ്രശ്നം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ചെറുപ്പത്തിൽ തന്നെ വെള്ളം തളിച്ചു വിടുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ദേ ബിലീവ് ഇറ്റ് ഈസ് ബൈ ദാറ്റ് ഒബ്സർവൻസ് എ പേഴ്സൺ ഈസ് സേവ്ഡ്. പക്ഷെ എല്ലാ പ്രൊട്ടക്ഷൻ ചർച്ചുകളും ബാപ്റ്റിസ്റ്റ്, ഞാൻ പറഞ്ഞത് ചേസ് ജോസഫിന്റെ തിയോളജി അല്ല, ഞാൻ പറഞ്ഞത് ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ, പെന്റക്കോസ്റ്റൽ ചർച്ചുകളെല്ലാം വിശ്വസിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ബാപ്റ്റിസം ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി റിച്വലിസ്റ്റിക്കലി റിക്വയർഡ് ഫോർ സാൽവേഷൻ. സാൽവേഷൻ ഈസ് ബൈ പ്യുവർ ഗ്രേസ്, ഫെയ്ത്ത് അലോൺ. അതാണ് പൗലോസും എല്ലാ അപ്പോസ്തലന്മാരും പറയുന്നത്, പത്രോസ് ഉൾപ്പെടെ എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ദിവസം മുഴുവൻ വായിച്ചിട്ടും. But baptism is a requirement. It's connected to salvation. It's connected to our sanctification. Baptism is connected to our sanctification, our process of sanctification. അത് വിശുദ്ധീകരണം തുടങ്ങുന്നത് അവന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടുമുള്ള ഐഡന്റിഫിക്കേഷനിലൂടെയാണ്. അതെന്റെ കൺഫെഷനാണ്. അതാണ് ക്രിസ്തുവിലുള്ള സ്നാനം എന്ന് പറയുന്നത്. ഈ സ്നാനം അബ്സല്യൂട്ട്ലി നെസസറി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്നാനപ്പെടേണ്ടതെന്നല്ല. We all need to be baptized. But in case destiny prevents us, or our time prevents us, or situations prevent us, it does not affect our salvation. കാരണം ഒരുത്തൻ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ ടെക്നിക്കലി അവൻ കർത്താവ് പറയുന്ന എന്തും അനുസരിക്കാൻ തയ്യാറാണ്. അവൻ ബാപ്റ്റിസത്തെ റെസിസ്റ്റ് ചെയ്യുന്നില്ല, ഒന്നിനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇൻ ഹിസ് മൈൻഡ് ഹി ഐഡന്റിഫൈസ് വിത്ത് ക്രൈസ്റ്റ് ബാപ്റ്റിസം. അതുകൊണ്ട് ആ ഒരു ആക്ച്വൽ ഇവന്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇഫ് ഹി ഈസ് കംപ്ലീറ്റ്ലി സബ്മിറ്റഡ് ടു ദ ലോർഡ്, ലോർഡിനോടുള്ള സബ്മിഷനകത്ത് കർത്താവിന് എന്ത് പറഞ്ഞാലും ചെയ്യാമെന്നുള്ള സബ്മിഷനാണ് റിയൽ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. അപ്പൊ അതിനകത്ത് ബാപ്റ്റിസം ഒന്നും എന്താ പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തടസ്സമല്ല. ഇഫ് ഹി ഗെറ്റ്സ് ടൈം ഹി വിൽ ഡു ഇറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് എ സാക്രിഫൈസ് ദാറ്റ്സ് ഡൺ ഈവൻ വിത്തൗട്ട് ഡൂയിങ് ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ ബാപ്റ്റിസത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇത്രയും ക്ലാരിഫിക്കേഷൻസ് ആണ് ഞാൻ ഡോക്ട്രിനൽ വിഷയങ്ങളിൽ
ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായേക്കാമായിരുന്നു. പ്രധാനമായിട്ടും അഭിഷേകം എന്ന വിഷയം, സ്നാനം എന്ന വിഷയം ആണ് ഒന്നുകൂടെ പ്രസ്താവിക്കണമെന്ന് എനിക്ക് തോന്നിയത്. പിന്നീട് ഞാൻ പറഞ്ഞ കാര്യം ഇതാ, അല്ല ഇന്നിപ്പോൾ രാവിലെ കൺക്ലൂഡ് ചെയ്തൊരു കാര്യം, നിങ്ങൾ ഒരു ദുരുപദേശകന്റെയും എപ്പിസോഡ് വായിച്ചിട്ട് യഹോസാക്ഷികൾ ഉണരുക, വീക്ഷാഗോപുരമൊക്കെ വായിച്ചാൽ ഇത് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യം പോലും നമുക്കില്ല. അതൊന്നും നമുക്ക് തന്ന കാര്യമല്ല. നമുക്ക് തന്ന ബൈബിളാണ്. ബൈബിൾ നോക്കിയിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതുവരെ ലഭിച്ച എല്ലാ റെസ്പോൺസസും നമ്മൾ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട്, അവരുടെ ആളുകൾ അയച്ചു തന്നത് വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് നമ്മൾ വായിക്കുന്നതായിരിക്കും. ഞാൻ ഇത് ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ സഹോദരങ്ങളുടെ ഫോണിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇത് ഞാൻ ധൈര്യമായിട്ട് വായിക്കുക എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് അവർ പറയുന്ന സാധനം ഇല്ലാന്ന് എനിക്കറിയാം, ബോധ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതിനകത്ത് നമ്മളെ പെർസുവേഷനിലൂടെ അവരുടെ ഡോക്ടറിനൽ പെർസുവേഷനിലേക്ക് നയിക്കാൻ പറ്റിയ ഒരു വകയും ഉണ്ടാവുകയില്ല. കാരണം ബൈബിൾ നമ്മുടെ കയ്യിൽ എല്ലാം ഉള്ള സാധനമാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ വായിക്കുന്നതാണ്. ഞാനാണെങ്കിൽ ഈ ബൈബിളിന്റെ പല പുസ്തകങ്ങളും, ന്യൂ ടെസ്റ്റമെന്റ് ബുക്കുകളും, പൊളൈൻ ബുക്സ് ഒക്കെ കമന്റേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഇത് ഒന്നും അറിയാതെയാണ് നമ്മൾ ഇത് വായിക്കാൻ പോകുന്നത്. ലെറ്റ് us റീഡ്. ഓരോ ഭാഗവും നമുക്ക് വായിക്കാം, ഈ വാക്യങ്ങൾ ഓരോന്നോരോന്നായിട്ട്. ഷായ്ചാൻ എന്റെ റെഫറൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ആ ബൈബിൾ ഓരോന്നോരോന്നായിട്ട് വായിക്കാം. ലഭിച്ചിട്ടുള്ള ഡോക്ടർ അയച്ചത് വായിക്കട്ടെ. ഡോക്ടർ റെൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ. ഓക്കെ, റോമർ 12:19. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നത് എന്നോടാണ്. അപ്പോ നിങ്ങൾ ആരും പകരം ചെയ്യാൻ പോകണ്ട, ദൈവം തന്നെ പുള്ളിയോട് പകരം ചെയ്തോളും എന്നുള്ള ഒരു ആശ്വാസമാണത്. ആ ആശ്വാസം ദൈവം അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എന്റെ പാപങ്ങളെ ക്ഷമിക്കാൻ വേണ്ടി കർത്താവ് എനിക്ക് മധ്യസ്ഥനായുള്ളത് കൊണ്ട് പ്രതികാരം എന്നോട് കർത്താവ് ചെയ്യാൻ മാത്രം ഞാൻ ഒന്നുമില്ല, ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഗോഡ് നോസ് മൈ ഇന്റൻഷൻസ്. ഓക്കെ, അതിനകത്തെല്ലാം ക്രിസ്തുവിന്റെ കൃപയല്ലാതെ വേറൊന്നിലും പുകഴുവാൻ നമുക്കില്ലാത്തത് കൊണ്ട് ഓക്കെ, അത് ദൈവത്തിന് വിടാം. അവർ പറഞ്ഞ പോലെ തന്നെ ലെറ്റ് ഗോഡ് ബി അവർ വിറ്റ്നസസ് ഓൺ ദിസ്. കാരണം ദൈവം അവൻ എല്ലാവരോടും കരുണ കാണിക്കുന്നു, ഇവരോടും എന്നോടും എല്ലാവരോടും കരുണ കാണിക്കുവാനാകട്ടെ. ഓക്കെ, അടുത്തത് ശാശ. അടുത്ത് ഓക്കെ. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഞാൻ റെഫറൻസും കൂടെ പറയണോ? റെഫറൻസ് കൂടെ പറഞ്ഞോ. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഷായ്ചാനെ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത്, ഷായ്ചാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. കാരണം ഇത് എക്കോ വരുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇത്രയും പറഞ്ഞ വാക്യങ്ങളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അവരുടെ ഉപദേശം സ്ഥാപിക്കപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അത് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ആർക്കെങ്കിലും സംസാരിക്കണം തോന്നുകയാണെങ്കിൽ കൈ പൊക്കണം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുന്നതിന് മുമ്പ് കൈ പൊക്കിയാൽ മതി. വി വിൽ ഗീവ് ടൈം. ഇപ്പോൾ വായിച്ച വാക്യങ്ങൾ, 2 വാക്യങ്ങളിലും നമ്മുടെ ഉപദേശത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ശൗലേ ശൗലേ എന്ന് വിളിച്ചു. അവർ പറയുന്ന ശൗലിന്റെ കൺവേർഷൻ വാസ് എ സ്പെഷ്യൽ കൺവേർഷൻ എന്നാണ്. ശരിക്കും പറഞ്ഞ ശൗല് മാത്രമാണ് കർത്താവിനെ അത്ര ഉപദ്രവിച്ചിട്ട് തിരിച്ചു വന്നത്. അപ്പൊ ഹി നീഡഡ് എ റാഡിക്കൽ കൺവേർഷൻ. ഓരോ വ്യക്തികളെയും ദൈവം കൺവേർഷനിലേക്ക് നയിക്കുന്ന ഓരോ രീതിയിലാണ്. ഇപ്പൊ എന്നെ കൺവേർഷനിലേക്ക് കർത്താവ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലാണ് എന്ന് വിചാരിച്ചതിനർത്ഥം ഞാനൊരു പ്രത്യേക തരം രക്ഷ അനുഭവിച്ചു എന്നല്ല. സാൽവേഷൻ ഈസ് യുണീക് ടു എവരി വൺ. സാൽവേഷൻ ഈസ് സെയിം ഫോർ എവരി വൺ, കോമൺ ടു എവരി വൺ, ബട്ട് ദ എക്സ്പീരിയൻസ് ഈസ് യുണീക്. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഈ സാൽവേഷൻ അനുഭവിക്കുന്നത്. അതിനു പകരം ഒരാള് പൗലോസ് അങ്ങനെ അനുഭവിച്ചുകൊണ്ട് പൗലോസ് ഒരു സ്പെഷ്യൽ അപ്പോസിലാണ്, സ്പെഷ്യൽ അപ്പോസിലുമാണ്. പക്ഷെ ഒൺലി ഫോർ ജെന്റൈൽസ് എന്ന് തെളിയിക്കാൻ വേണ്ടി അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രയാസമാക്കുന്നത്. ഞാൻ ആ വാക്യം, ആ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലുള്ള ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിച്ചു വായിക്കാം. എവിടെയാണ് ഈ സംഗതികൾ പാളുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കുന്നത് ഉചിതമായിരിക്കും. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തികൾ 9
9-ാം അധ്യായത്തിൽ പൗലോസിന്റെ സ്പെഷ്യൽ കൺവേർഷനെ കുറിച്ച് നിങ്ങൾ കേൾക്കണേ. ഇത് അവർ കേൾക്കുമെന്ന് എനിക്കറിയില്ല, കേട്ടാൽ അവർക്ക് നല്ലത്. അത്രയേ ഉള്ളൂ. പൗലോസിന്റെ സ്പെഷ്യൽ കൺവേർഷൻ, പ്രവൃത്തികൾ 9-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അനന്യാസിനോട് കർത്താവ് പറയാണ്. അതിന് 13-ാം വാക്യം തൊട്ട് വായിക്കാം. അതിന് അനന്യാസ്, കർത്താവിയും ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരൊക്കെയും പിടിച്ചു കിട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ടെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് അവനോട്, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ആരുടെയൊക്കെ മുമ്പിലാണ്? ജാതികളുടെ മുമ്പിൽ മാത്രമല്ല. there is no distinction once they come to faith. ഫെയ്ത്തിലേക്ക് വരുമ്പോൾ there is no distinction. അതിനു മുൻപാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അവന്റെ നാമം, എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അവരതിന് മറുപടി പറയാൻ പോകുന്നത്, കുറച്ചു നാളത്തേക്ക് യഹൂദന്മാരോട് ഉണ്ടായിരുന്നു, പിന്നെ യഹൂദന്മാരെ വിട്ടു എന്നാണ്. പക്ഷെ കർത്താവ് ഒരിക്കലും അവന്റെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി അനുദപിക്കുന്നില്ല. അവൻ തെരഞ്ഞെടുത്തത് എന്നേക്കുമാണ്. അതായത് ദൈവത്തിന്റെ പദ്ധതികൾ ഇന്നും എന്നും നാളെയും അനന്യമാണ്, അതിന് മാറ്റം വരുന്നില്ല. കാരണം ദൈവം ഇതെല്ലാം അറിഞ്ഞിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവം എന്ത് സംഭവിക്കുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവം പൗലോസിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ സകലരുടെയും മുൻപിൽ ദൈവത്തിന്റെ നാമം, അപ്പൊ ഇവിടെ ഒരു വാക്യം ഒന്നും തെളിയിക്കുന്നില്ല. കാരണം ഇനി പിന്നീട് ഒരു അവസരത്തിൽ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ പോലും ഈ കോട്ട് ചെയ്ത വാക്യത്തിനകത്ത് ഒരു എക്സ്ക്ലൂസിവിറ്റിയും കാണാനില്ല. പൗലോസ് സുവിശേഷം പറയാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് യഹൂദനോടും യവനനോടുമാണ്. ഓക്കെ, ഇനി യഹൂദന്മാരെ സുവിശേഷം റിജക്ട് ചെയ്തെങ്കിൽ അത് പൗലോസിനെ മാത്രമല്ല റിജക്ട് ചെയ്തത്. യഹൂദന്മാരെ സുവിശേഷം റിജക്ട് ചെയ്തത് ജീസസ് ക്രൈസ്റ്റിനെ മൊത്തത്തോടെയാണ്. അവരുടെ അടുത്ത് എങ്ങനെയാണ് ഈ ശിഷ്യന്മാര് പോയി പിന്നെ മറ്റു ശിഷ്യന്മാര് പോയി ശുശ്രൂഷിക്കുന്നത്? അവരുടെ അടുത്ത് മെസ്സാനിക് ജ്യൂസിന്റെ അടുത്ത് മാത്രമേ, അതായത് തള്ളിക്കളയാത്ത യഹൂദന്മാരുടെ അടുത്ത് മാത്രമേ സുവിശേഷം പറയാൻ പറ്റുള്ളൂ. അവിടെ എല്ലാവർക്കും ഉള്ളതാണ് ആ ഗോസ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വാക്യം ഷാച്ച, നെക്സ്റ്റ് വാക്യം. അൺമ്യൂട്ട് ആൻഡ് ടോക്ക്. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ കൾട്ട് ശരിയാണെന്ന് മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലോ? ഓക്കെ, കുറെ വാക്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും, ഓ ഇതാ തോൽപ്പിച്ചു, ഇത്രയും വാക്യങ്ങൾ അവർക്ക് ഉണ്ടോന്ന്. അടുത്ത വാക്യം. 1 കൊരിന്ത്യർ 16:13. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. ഓക്കെ, ഫൈൻ, വി വിൽ ഡു ഇറ്റ്. അടുത്ത 1 കൊരിന്ത്യർ 12:13. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. സോ വാട്ട്? നല്ല കാര്യമല്ലേ? യഹൂദന്മാരും യവനന്മാരും എല്ലാം ഒരേ ആത്മാവിനെ പാനം ചെയ്യുന്നല്ലേ പറഞ്ഞത്? ഈസ് ഇൻ ദാറ്റ് ബ്യൂട്ടിഫുൾ? വേർ ഇസ് ദ ഡിവിഷൻ? ഈ ഡിവിഷനെ കുറിച്ച് പറയുന്ന വാക്യം എവിടെയാണ്? ചില അപ്പോസ്തലന്മാർ യഹൂദന്മാർക്കുള്ളതും ചില അപ്പോസ്തലന്മാർ ജാതികൾക്കുള്ളതുമാണെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ്സ് അവർ എൻക്വയറി. അടുത്ത വാക്യം. എഫേസ്യർ 4:4. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഓക്കെ, ഇവർ ഈ വാക്യം കോട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്നാന്ന് പറയാൻ വേണ്ടിയല്ല, സ്നാനം ഒന്നേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ്. അതായത് വെള്ളത്തിലുള്ള സ്നാനം വേണ്ട എന്ന് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, ശരിക്കും അവിടെ പൗലോസ് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്നാനത്തെ ഉദ്ദേശിച്ചാൽ മതി. കാരണം ഗലാത്യ ലേഖനത്തിൽ ഇത് തന്നെ പറയുമ്പോൾ വെള്ളത്താലുള്ള സ്നാനത്തെ ഉദ്ദേശിക്കുന്നത്, എഫെസ്യ ലേഖനത്തിൽ പറയുമ്പോൾ ആത്മാവിനുള്ള സ്നാനത്തെ ഉദ്ദേശിക്കുന്നത്. സ്നാനങ്ങളെ കുറിച്ചുള്ള ലേഖനവും എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ അവർ പറയും അത് നമുക്കുള്ളതല്ല. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയാണ്. അതായത് സ്നാനം ഒന്ന്, ആ സ്നാനം എന്ന് പറയുന്നത് ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രിസ്തുവിന്റെ സ്നാനം എന്ന് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും ഞാൻ കുടിച്ച പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ദാറ്റ് മീൻസ് അവിടെ പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എല്ലാവരും ക്രിസ്തുവിനോട് യുണൈറ്റഡ് ആയി ആ സ്നാനം എന്ന അർത്ഥത്തിലാണ്. ദാറ്റ് സ്പീക്കിംഗ് അബൌട്ട് അവർ ഫെയ്ത്ത്, നോട്ട് അബൌട്ട് സംതിങ് ദാറ്റ് യു ഡിഡ് ഇൻ യുവർ ലൈഫ്. സ്നാനം ഒന്ന് എന്നുള്ളതിന്റെ ഉദ്ദേശം ക്രിസ്തുവിനോട് നമ്മൾ ചേർന്ന ആ ഒരു യൂണിഫിക്കേഷൻ,
അതിനെക്കുറിച്ച് മാത്രമാണല്ലോ സംസാരിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം. 2 കൊരിന്ത്യർ 4:3. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ഇതെന്തിനാ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയാം. അവരുടെ സുവിശേഷം അവരുണ്ടാക്കിയത് നമുക്ക് മറഞ്ഞിരിക്കുകയാണ്. അതിനർത്ഥം നമ്മൾ നശിച്ചു പോകും. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കൾട്ടുകളുടെ ഒരു ലക്ഷണമായിട്ട് പറഞ്ഞത്. അവർക്കൊരു യുണീക്ക് റെവലേഷൻ ഉണ്ട്, അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എല്ലാവരും നശിച്ചു പോകും. അപ്പൊ അവരുടെ യുണീക്ക് റെവലേഷൻ നമ്മൾ പിടിക്കണം, എങ്കിലും നമ്മൾ സ്വർഗത്തിൽ പോകുള്ളൂ. അപ്പം ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ ദ ഗേറ്റ് എപ്പിസോഡ് ആദ്യം മുതൽ അവസാനം വരെ കാണുകയും അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യണം. ഇനി ഇതിനിടയിൽ എങ്ങാനും അവർ പറയും തെറ്റാന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ പോക്കാണ്. അതാണ് നശിച്ചു പോകുന്നവർക്കാണ് ഇത് മറഞ്ഞിരിക്കുന്നത്. വണ്ടർഫുൾ. അടുത്ത്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഓക്കെ, ഒരു വാക്ക് ഇതിനകത്ത് ക്ലാരിഫൈ ചെയ്യുന്നത്, ഇവര് പറയുന്ന അതേ സുവിശേഷമാണ് നമ്മളും വിശ്വസിക്കുന്നത്. സുവിശേഷം പറയുന്നത്, പക്ഷെ അത് ആർക്കുള്ളത് എന്ന ചോദ്യം, ആർക്കുള്ളത് എന്ന ചോദ്യം, അവിടെയാണ് പ്രശ്നം. അതെല്ലാവർക്കും ഉള്ളതാണെന്ന് നമ്മൾ പറയുന്നു. കാരണം ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. ക്രിസ്തു വിഭജിക്കപ്പെടാൻ സാധിക്കില്ല. ക്രൈസ്റ്റ് കെയിം വിത്ത് ദാറ്റ് വൺ ഗോസ്പൽ. അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ബട്ട് ദേ സേ ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ ജെന്റൈൽസ്, അല്ലെങ്കിൽ പൊളൈൻ ക്രിസ്ത്യൻസ്. ബാക്കിയുള്ളവർക്ക് അതില്ല എന്ന് പറയുന്നു. അവിടെയാണ് നമുക്ക് ഒബ്ജക്ഷൻ ഉള്ളത്. എവറി മാൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ബിലീവ് ഇൻ ഇറ്റ്. എവറി മാൻ ഈസ് എൻറ്റൈറ്റിൽഡ് ടു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിട്ടുണ്ട്. ഈ രക്ഷാകരമായ ദൈവകൃപ ചില ആളുകൾക്കായിട്ട് റിസർവ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും നമ്മൾ പറയുന്നില്ല. വി ആർ നോട്ട് കോൺട്രഡിക്റ്റിംഗ് ദ ഗോസ്പൽ. ഗോസ്പൽ ശരിയാണ്, പക്ഷെ അത് ആർക്കുള്ളതാണെന്നുള്ളതാണ്. അടുത്ത വാക്യം. 1 കൊരിന്ത്യർ 2:2. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഈ കൾട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഒന്നുകിൽ മുട്ടാപ്പോക്ക് പറയും. മുട്ടാപ്പോക്ക് പറഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ അവർ വളരെ ഹമ്പിളായിട്ട് മാറും. ഞങ്ങളൊന്നിനുമില്ല, ഹമ്പിൾ. ഞങ്ങൾ ഒരു മറുപടിയും പറയാനില്ല. മറുപടി പറഞ്ഞിട്ടും കാര്യമില്ല, മറുപടി പറയേണ്ട കാര്യവും ഇല്ല. കാരണം ഇനി നമ്മൾ ഇതിന്റെ പുറകെ നടക്കുന്നില്ല. അതായത് ആത്മാവിന്റെ വിവേചനമുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ ഉള്ളിടത്തോളം ഇത് വെളിപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വാക്യം. ദൈവം 1 കൊരിന്ത്യർ 2:7. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് പൗലോസിന് അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. ഓക്കെ, ഞങ്ങൾ പ്രസ്താവിക്കുന്ന മർമ്മം, ഒരു മർമ്മമാണ് ഇവരുടെ പ്രശ്നം. ഒരു കാര്യമുണ്ട്, കൾട്ടുകൾക്കെല്ലാം അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു മർമ്മമുണ്ട്. അത് കൾട്ടുകളുടെ ഒരു ലക്ഷണമാണ്. ഈ മർമ്മം എന്ന വാക്ക് അവർ വല്ലാതെ ഉപയോഗിക്കുന്നതാണ്. അതൊരു മിസ്റ്ററി, അവരുടെ ഏതോ ടീച്ചറിന് വെളിപ്പെട്ട ഒരു മിസ്റ്ററി. ഇവിടെ പൗലോസ് പറയേണ്ട ഒരു കാര്യം ഞാൻ പ്രസ്താവിക്കുന്നതെന്ന് പറയണമായിരുന്നു. കാരണം ഒരു അപ്പോസ്തലനേ ഉള്ളൂ പൗലോസ് ജാതികൾക്ക്. പക്ഷെ അതേ മർമ്മം തന്നെയാണ് ഞങ്ങൾ പ്രസ്താവിക്കുന്ന പറഞ്ഞത്. ഓക്കെ, അത് ആ മർമ്മം വെളിപ്പെട്ടത് ഒരാൾക്കല്ല. ആ മർമ്മം വെളിപ്പെട്ടത് പലർക്കാണ്, പല അപ്പോസ്തലന്മാർക്കാണ്. അപ്പോസ്റ്റലിക് ഡോക്ടറിന്റെ ഭാഗമാണത്. അടുത്ത വാക്യം. എഫെസ്യർ 3:6. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. വാഗ്ദത്തത്തിൽ പങ്കാളികൾ. പങ്കാളികൾ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട്നേഴ്സ്. ആരുടെ കൂടെ പാർട്ട്നേഴ്സ്. അതായത് ജാതികൾ ഈ പാർട്ട്നേഴ്സ് ആകണം. ആരുടെ പാർട്ട്നേഴ്സ് ആകണം? ഓൾറെഡി ഇതിനകത്തുള്ളവരുമായിട്ട് പാർട്ട്നേഴ്സ് ആകണം. ഓൾറെഡി ഇവരുള്ളവരുമായിട്ട് ഏകശരീരമാകണം. ഓൾറെഡി ഇവരുള്ളവരുമായിട്ട് ഒന്നിച്ചു ചേരണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. അതാണ് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞിരിക്കുന്നു പറയാനുള്ള കാരണം. യഹൂദനെന്നുമില്ല, യവനെന്നുമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒരേ മനുഷ്യനായി പണിയപ്പെടുന്നു. അടുത്ത വാക്യം. ഗലാത്യർ 2:7. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടെയും വ്യാപരിച്ചത് കൊണ്ട് സ്നാനം കഴിപ്പാൻ അത്രേ ഉള്ളൂ. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചത് കൊണ്ട്. വ്യാപരിച്ചത് കൊണ്ട് ആ വാക്യം ഒന്ന് വായിക്കണം. ഒരു മുഴുവനായിട്ട് വയ്ക്കാം. ഒരു മിനിറ്റ്. ഗലാത്യ ലേഖനം
ഗലാത്യർ 2:7. വളരെ സന്തോഷം. അത് ബാക്കി മുഴുവൻ വായിക്കണേ. ഇതാണ് ഈ കൾട്ടുകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. നോക്കി, എവിടെയാണ് വ്യത്യാസമുള്ളതെന്ന് നോക്കി. 7-ാം വാക്യം ഇങ്ങനെയാണ്: നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി. അതിനർത്ഥം പരിച്ഛേദനക്കാരോട് സംസാരിക്കാനായെന്നേ ഉള്ളൂ ഞാനിപ്പോ പറയുന്നത്. ഓക്കെ, അത് തെളിയിക്കാം. പരിച്ഛേദനയുടെ അപ്പോസ്തലത്തിനായി പത്രോസിനോട് വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടി വ്യാപരിച്ചതുകൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഘോഷണം സുവിശേഷമാണ്, സുവിശേഷമാണ് ഘോഷണം. ഈ സുവിശേഷമാണ് പരിച്ഛേദനക്കാരുടെ ഇടയിൽ അപ്പോസ്തലനായ പത്രോസും ജാതികളുടെ ഇടയിൽ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുവിശേഷ ഘോഷണം ഓരോരുത്തരും, അതായത് ഇപ്പൊ ആഫ്രിക്കയിലെ സുവിശേഷത്തിനായി ഒരാളെ, അറബി രാജ്യങ്ങളിലെ സുവിശേഷത്തിനായി വേറൊരാളെ. അപ്പൊ ആഫ്രിക്കയിലെ സുവിശേഷത്തിനായി വ്യാപരിച്ചവൻ തന്നെ അറബി രാജ്യത്തിലെ സുവിശേഷത്തിനായി എന്നിലും വ്യാപരിച്ചെന്ന് ഒരാൾ പറയുവാണെങ്കിൽ അതിനർത്ഥം ആഫ്രിക്കയിൽ പ്രസംഗിച്ചത് വേറെ, സൗദി അറേബ്യയിൽ പ്രസംഗിച്ചത് വേറെ, ഇന്ത്യയിൽ പ്രസംഗിക്കുന്ന വേറെ എന്നാണോ? ഇത് ഒരു ലോജിക്കൽ ഫാലസിയാണ്. ഓക്കെ, അടുത്ത വാക്യം 1 കൊരിന്ത്യർ 1:17. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യക്തമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. ഓക്കെ, അടുത്ത പ്രശ്നമില്ല. അതായത് ഇത്രയും വാക്ചാതുര്യം നമുക്കില്ല എന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത 1 കൊരിന്ത്യർ 14:33. ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവം അത്രേ. അതെന്തിനാ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത വാക്യം തീത്തോസ് 3:3. മുൻപേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാൽ അല്ല, തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. ഓക്കെ, ഫൈൻ, തീർന്നോ? ഇതിന്റെ ബാക്കിയുണ്ട്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ എന്താ കുഴപ്പം? ഉത്സാഹികളായി കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ച് പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. വണ്ടർഫുൾ. നമ്മളെല്ലാം വിശ്വസിക്കുന്ന വചനമാണ്. വി എഗ്രി കംപ്ലീറ്റ്ലി ടു ഇറ്റ്. ഓക്കെ, ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്യം പോലും ഇല്ലാതെ ഒരു കൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഗേറ്റ് മിനിസ്ട്രീസ്. ബാക്കി ആളുകൾ എവിടെന്നെങ്കിലും ഒരു മുറിവചനമോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു വചനത്തിന്റെ മിസ്ഇന്റർപ്രിട്ടേഷനോ കൊണ്ടുവന്നാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ യാതൊന്നും ഇല്ലാതെ. അത് ഈ ഡിസ്പെൻസേഷനിസ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്. ദേ ഡോണ്ട് നീഡ് സ്ക്രിപ്ചർ. ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ടീച്ചേഴ്സ് ഹു ക്യാൻ ഡിസ്പെൻസ് ഇറ്റ് ആസ് ദേ പ്ലീസ്. അത് ഈ ഡിസ്പെൻസേഷനിസ്റ്റ് ഹെറസീസിന്റെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് വചനം ആവശ്യമില്ല. ബാക്കിയുള്ളവരെ പോലല്ല, അവർക്ക് വചനമേ വേണ്ട. അതായത് അവരെ ഇത് രണ്ടാണെന്ന് സ്പെസിഫിക്കലി പറയുന്ന വചനം ആവശ്യമില്ല. അല്ലാതെ തന്നെ ദേ ഹാവ് ക്രിയേറ്റഡ് എ ഫ്രെയിം വർക്ക് വിത്ത് ദെയർ എപ്പിസോഡ്സ്. ഓക്കെ, ഒരു എപ്പിസോഡിൽ നിന്ന് അടുത്ത എപ്പിസോഡിലോട്ട് പോകും തോറും നമ്മുടെ ഉള്ളിൽ ആ ഫ്രെയിം വർക്ക് ഉണ്ടായി വരും. ആ ഫ്രെയിം വർക്കിൽ ഇരുന്നുകൊണ്ടാണ് ഈ അയക്കുന്ന ആൾക്കാർ ഇത് കാണുന്നത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്ന ഫ്രെയിം വർക്കിനകത്ത് ഇത് നമുക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ ഒരു ഫ്രെയിം വർക്കിനകത്ത് ഇരുന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ ഇത് അവർക്ക് തോന്നുന്നത് എന്താണ്? ഇതെല്ലാം ഭയങ്കരമായിട്ട് തെളിയിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം എന്താ? ഇത് നമുക്കുള്ളത് മാത്രമാണെന്ന് അവരങ്ങ് ആദ്യമേ വിശ്വസിച്ച് ആ ഫ്രെയിം വർക്കിനകത്ത് കയറി. ആ ഫ്രെയിം വർക്കിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് യഹൂദന്റെ ഇതല്ല കേൾക്കുന്നത് എന്നവര് ചിന്തിക്കുകയാണ്. അടുത്ത വാക്യം റോമർ 3:19, 20, 21. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടത് അത്രേ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ
ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഓക്കെ, ഇവരിത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ വാക്യങ്ങൾ എന്തുകൊണ്ട് കോട്ട് ചെയ്തു എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഇവർ പറയുന്നത് ന്യായപ്രമാണത്താലുള്ള രക്ഷ തന്നെയാണ് യഹൂദന്മാർക്ക് വെച്ചിരിക്കുന്നത്. ഇത് പ്രത്യേക ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞിട്ട് വിശ്വാസത്താൽ ഒരു വഴി നമുക്ക് തുറന്നിരിക്കുകയാണ് സഭയ്ക്ക്. പൗലോസ് നടത്തുന്ന സഭയ്ക്ക്. മറ്റു സഭകൾക്ക് അങ്ങനെയല്ല. അങ്ങനെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയിരിക്കും. പക്ഷെ ബൈബിളിൽ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇത് അവർക്കുള്ളതല്ലെന്നൊന്നും ബൈബിളിൽ കാണുന്നില്ല. അതാണ് ഈ ഫ്രെയിംവർക്ക് ആദ്യം ഉണ്ടാക്കണം. അതിന് കൾട്ട് ലീഡർമാർ ആവശ്യമാണ്. നല്ലപോലെ സ്വാധീനിക്കാൻ പറ്റുന്നവരും പണമുള്ളവരും പണം ചെലവാക്കാൻ പറ്റുന്നവരുമായ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ വിശ്വസിക്കാൻ കൂലിക്ക് വേണമെങ്കിൽ ആളെ കിട്ടും. അടുത്തത് റോമർ 3:24-25. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. ഹലോ ഹലോ അത്രേ ഉള്ളൂ. അതെ, അത്രേ അയച്ചു തന്നിട്ടുള്ളൂ. ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഇത് എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ മറ്റേ സുവിശേഷം ഇതും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടി പറയുന്നത്. എവിടെ വ്യത്യാസം എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. കാരണം ബൈബിൾ പഴയ നിയമം മുതൽ ഉൽപ്പത്തി മുതൽ എബ്രായ ലേഖനത്തിൽ പറയുന്നത് വിശ്വാസത്താലാണ് ആൾക്കാർ രക്ഷിക്കപ്പെട്ടതെന്ന്. അത് എബ്രായ ലേഖനത്തിലാണ് പറയുന്നത്. എബ്രായ ലേഖനം ശരിക്കും വിശ്വാസത്തെക്കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ്. കാരണം ഇവർ പറയുന്നതനുസരിച്ച് എബ്രായ ലേഖനം ഒരിക്കലും വിശ്വാസത്തെക്കുറിച്ച് പറയാൻ പാടില്ല. അത് പ്രവൃത്തിയെക്കുറിച്ചും കർമ്മമാർഗത്തെക്കുറിച്ചും പറയേണ്ട ഒരു ലേഖനമാണ്. കാരണം നമുക്കുള്ള അല്ലത്. പക്ഷെ എന്ത് പറയാനാ, എബ്രായ ലേഖനം ഇത് തന്നെയാണ് പറയുന്നത്. പഴയത് കഴിഞ്ഞുപോയി, ക്രിസ്തുവിന്റെ യാഗത്താൽ എല്ലാവരും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. യാഗങ്ങളാലല്ല, പഴയതിലേക്ക് തിരിഞ്ഞു പോകരുത്. നമ്മൾ പ്രത്യാശയാലാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ആ പ്രത്യാശയെ മുറുകെ പിടിക്കണമെന്ന് എബ്രായ ലേഖനത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. പക്ഷെ വായിച്ചിട്ടില്ലായിരിക്കാം. ഒരു പക്ഷെ അതൊരു ഈ എപ്പിസോഡിനകത്ത് വരുന്നില്ലായിരിക്കാം. എപ്പിസോഡിനകത്ത് വരാത്ത പുസ്തകങ്ങൾ എന്തിനാണ് വായിക്കുന്നത്? അപ്പൊ ശരിക്കും എന്ത് വായിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ എപ്പിസോഡുകളും ചാർട്ടുകളുമാണ്. അതുണ്ടാക്കുന്നവരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ എന്ത് വായിക്കണം, ഏത് സത്യം സത്യമാണ്, ഏത് സത്യമല്ല എന്നൊക്കെ തീരുമാനിക്കുന്നത് വായിക്കുന്ന ആളുടെ ഡിസ്ക്രിപ്ഷനോ ഒരു ചർച്ചോ അല്ല. ഇതൊരു ചർച്ചും അല്ല, ഒരു ചർച്ചുമല്ല തീരുമാനിക്കുന്നത്. ചില വ്യക്തികളാണ് തീരുമാനിക്കുന്നത് ഇത് നിങ്ങൾ വായിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതിനവരൊരു ചാർട്ടും പരിപാടിയുമായിട്ട് ഇറങ്ങുകയാണ് വിത്തൗട്ട് എനി റെഫറൻസ്. അതായത് ബൈബിളിൽ അങ്ങനെ ഒരു ബൈഫർക്കേഷൻ ഇല്ല എന്ന് മാത്രമല്ല, ആദ്യകാലം മുതൽ സഭയിൽ ഇതെല്ലാ പുസ്തകങ്ങളും ദൈവാശാസ്യമെന്ന് വിചാരിക്കുകയും അവരും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടെന്നാണ് പറയുന്നത്. ദൈവാശാസ്യം ഡിവൈഡഡ്, നമുക്ക് കുറച്ച് അവർക്ക് കുറച്ച്. ഓക്കെ, അടുത്ത വാക്യം റോമർ 3:28. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. ഇവര് വിശ്വസിക്കുന്ന എന്നറിയോ? ഇവര് വിശ്വസിക്കുന്നത് നമ്മളെല്ലാം ഈ സാധാരണ ബൈബിൾ പഠിക്കാത്ത സാധാരണ വിശ്വാസികളെ പോലെ മര്യാദയ്ക്ക് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകുന്നു വിശ്വസിക്കുന്നവരാണ് എന്നാണ് ആയിരിക്കും ഒരുപക്ഷെ ഇവർ ചിന്തിക്കുന്നത്. നമ്മൾ ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത്. കൃപയാൽ വിശ്വാസത്താലാണ് വീണ്ടും ജനനം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അതിനെന്താണ് സംശയം? അത് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷെ അത് ലോകത്തിലുള്ള എല്ലാവരും വിശ്വസിക്കേണ്ട വചനമാണതെന്ന് വിശ്വസിക്കുന്നു. യഹൂദന്മാർക്ക് വേറൊരു സുവിശേഷം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും യേശുക്രിസ്തുവിന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർ എഴുതിയതെല്ലാം സഭയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്നും വിശ്വസിക്കുന്നു. വേദപുസ്തകത്തിൽ ഓരോ ഗ്രന്ഥങ്ങളും നമുക്ക് എല്ലാവർക്കും ആവശ്യമെന്ന്, അത് രക്ഷയ്ക്ക് ഉതകുന്നതെന്നും വിശ്വസിക്കുന്നു. അടുത്ത വാക്യം റോമർ 4:5. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. വെരി ഗുഡ്. ഇതെല്ലാം കൃപയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് ഇവിടെ വേറൊരു അപകടം നമ്മൾ കാണേണ്ടത്, ഈ പ്രവർത്തിക്കാത്തവൻ എന്നുള്ള ഈ വാക്യം എക്സ്പ്ലെയിൻ ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അപകടമുണ്ട്. അതിനെ പശ്ചാത്തലത്തിൽ നിന്ന് വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതിനർത്ഥം പ്രവർത്തിക്കാത്തവരെ നീതീകരിച്ച് അഭക്തനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നല്ല. അത് ഈ ഹൈപ്പർ ഗ്രേസും ഹൈപ്പർ ഡിസ്പെൻസേഷണലിസവും തമ്മിൽ നല്ല ക്ലോസ് കണക്ഷനാണ്. നിങ്ങൾക്കറിയാം, ഇത് രണ്ട് സത്യത്തിൽ ഒന്ന് തന്നെയാണ്. ഹൈപ്പർ ഗ്രേസ് മൂവ്മെന്റിന്റെ ഭാഗമാണിത്. ആ കൃപയുടെ അതികൃപയുടെ ഉപദേശം. ഈ അതികൃപയുടെ ഉപദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കും മറ്റ് അപ്പോസ്തലന്മാരെ ഇഷ്ടമല്ലായിരുന്നു, സുവിശേഷം ഇഷ്ടമില്ലായിരുന്നു. അവർ പറഞ്ഞ ഓർമ്മയുണ്ടോ? അതിനകത്തൊരു ജോൺ ലോറൻസ് എന്ന് പറഞ്ഞ ഒരാൾ ഒരിക്കൽ പറഞ്ഞ
ഈ പൗലോസിന്റെ ലേഖനങ്ങൾ മാത്രം മതി. പഴയ നിയമം കത്തിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർമ്മയുണ്ടോ? അത് തന്നെയാണ് ഗ്രൂപ്പ്. പക്ഷെ അവർ അത്ര പ്രകടമായി ഈ ഹൈപ്പർ ഗ്രേസ് എന്നുള്ള വാക്ക് എംഫസൈസ് ചെയ്യുന്നില്ല. കാരണം ഒരേ ദുരുപദേശം തന്നെ പല കുപ്പിയിൽ വരുമെന്നുള്ളത്, പല ഷേപ്പിൽ വരുമെന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. അതായത് ഹൈപ്പർ ഗ്രേസ് മൂവ്മെന്റിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കൂടെ ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ് ഇത്. ഈ പ്രവർത്തിക്കാത്തവനെങ്കിലും എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ. അപ്പൊ ഞാൻ കർത്താവിനോട് പറയാണ്, കർത്താവ്, ഞാൻ എന്നെപ്പോലൊരു പാപി രക്ഷപ്പെടണമെങ്കിൽ പ്രവർത്തിക്കാത്തവരെ കൊണ്ടുപോകാനുള്ള ഒരു സ്കീം നിനക്കുണ്ടാകണം. അതല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുക എന്നുള്ളത് എന്റെ ഹംബിൾനെസ്സിനെയും ബ്രോക്കൺനെസ്സിനെയാണ് കാണിക്കുന്നത്. ഓ ലോർഡ്, പ്രവർത്തിച്ചിട്ട് സ്വർഗത്തിൽ പോയാൽ ഞാനില്ല. നിനക്ക് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ പ്രവർത്തിക്കാത്തവരെ രക്ഷിച്ചാൽ മാത്രമേ ഞാൻ രക്ഷപ്പെടുകൂ എന്നാ ഞാൻ പറയുന്നത്. അതെന്റെ മനോഭാവമാണ്, ഫെയ്ത്താണ്. ആ ഫെയ്ത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ ദൈവം പ്രവൃത്തികളെ കണക്കിട്ടല്ല ഒരാളെ രക്ഷിക്കുന്നത്, വിശ്വാസത്തെ കണക്കിട്ടാണ്. ഓക്കെ, അതിന് സംശയമില്ല, അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അടുത്ത വാക്യം റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വസിക്കുന്ന യഹൂദന്മാർക്ക് ഇല്ല കേട്ടോ, അതായത് ഇവർ ഉദ്ദേശിക്കുന്നത്. അതായത് പൗലോസിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകതകളാണ് ഇതെല്ലാം. പത്രോസ് പഠിപ്പിച്ച അവർക്ക് ഇതൊന്നും ഇല്ല കേട്ടോ, അവർക്ക് സമാധാനം ഇല്ല. പത്രോസ് പഠിപ്പിച്ച ആൾക്കാർക്ക് ഇതുവരെ സമാധാനം കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൗലോസിന്റെ സുവിശേഷം സ്പെഷ്യൽ. പത്രോസും യാക്കോബും ഒക്കെ ആ ക്രിസ്ത്യാനികൾക്ക് എഴുതുമ്പോൾ അവർക്ക് സമാധാനവും ഇല്ല, കൃപയാലുള്ള വീണ്ടെടുപ്പ് ഒന്നും കിട്ടിയിട്ടില്ല, പാവങ്ങൾ. അടുത്ത വാക്യം 1 കൊരിന്ത്യർ 14:37. താൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ ഒരുത്തന് തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അതായത് ഈ പറയുന്ന പ്രസംഗകനായ എനിക്ക് ഞാൻ വല്ല പ്രവാചകനാണെന്നെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തോണം? അവൻ ഇത് അറിഞ്ഞുകൊള്ളട്ടെ, ഇത് കർത്താവിന്റെ കൽപ്പനയാണ്, പത്രോസും യാക്കോബൊന്നും നമുക്കുള്ളതല്ല. വിശ്വസിച്ചല്ലോ എല്ലാവരും? അടുത്ത വാക്യം 1 കൊരിന്ത്യർ 15:1. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിപ്പിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. പക്ഷേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. പ്രശ്നം അതല്ല, ഇതൊന്നും പത്രോസിന്റെ അല്ല, ഇതൊന്നും പത്രോസ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭകളിലില്ല. ഓക്കെ, ഇതൊന്നും യാക്കോബ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭകളിലൊന്നും ഇല്ല. അതാണ് പ്രശ്നം. ഇത് പൗലോസ് ശുശ്രൂഷിക്കുന്ന നമുക്ക് മാത്രമാണ് കിട്ടുന്ന ഈ സമാധാനവും കൃപയും രക്ഷയും. അതാണ് പ്രശ്നം. ബാക്കി അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുമായിരുന്നു? അടുത്ത വാക്യം റോമൻ 15:8-9. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണം എന്നും ഞാൻ പറയുന്നു. ഓക്കെ, അതെ. ഒന്ന്, പിതാക്കന്മാർക്കാണ് വാഗ്ദത്തം ലഭിച്ചത്. അതുകൊണ്ട് ക്രിസ്തു എങ്ങോട്ടാണ് വന്നത്? ഈ പിതാക്കന്മാരുടെ അടുത്തേക്കാണ് വന്നത്. ആ പിതാക്കന്മാരുടെ വാഗ്ദത്തം ലഭിച്ച ആളുകളിലേക്കാണ് വന്നതാണ് പരിച്ഛേദനക്കാർ. എന്നാൽ ജാതികളാണ് ഈ സുവിശേഷം കേട്ടത്. ആര് പറഞ്ഞത് കേട്ടത്? ക്രിസ്തു പറഞ്ഞത് കേട്ടത്. കർത്താവ് വന്നത് യഹൂദന്മാരിലേക്കാണ്, സ്വന്തമായവരിലേക്കാണ് വന്നത്, അതിന് സംശയമില്ല. യഹൂദന്മാരിലേക്കാണ്. കാരണം അവരായിരുന്നു കവനന്റ് പീപ്പിൾ. ആ കവനന്റ് പീപ്പിളിന് കൊടുത്തു ആ പ്രോമിസ്. അത് അവർ വാങ്ങിയില്ല, അതേ പ്രോമിസ് എടുത്ത് നമുക്ക് തന്നു. അതിനർത്ഥം കവനന്റിലുള്ളവരെല്ലാം നശിച്ചുപോയി എന്നാണോ? അല്ല. പൗലോസ് പറയുന്നുണ്ട്, അതിനകത്തൊരു ശേഷിപ്പ് ഇതിനകത്തുണ്ട്, അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ദൈവം കൊണ്ടുവന്ന് ഒരു ഗിഫ്റ്റ്, ഒരു വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്തു. അബ്രഹാമിന്റെ സന്തതികൾ സ്വീകരിക്കണമായിരുന്നു, അവർ സ്വീകരിച്ചില്ല. സ്വീകരിക്കില്ലെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നു. അവിടെ ഒരു റെമനന്റ് ഉണ്ടായി. പൗലോസിനെ പോലുള്ള ആൾക്കാർ, ശിഷ്യന്മാര്, അവരെല്ലാം ഈ യഹൂദന്മാരുടെ തന്നെ റെമനന്റ് ആണ്. അതുപോലെ തന്നെ ജാതികളും എല്ലാവരും രക്ഷിക്കപ്പെട്ടോ? ഇല്ല. ജാതികളിൽ നിന്ന് ഒരു റെമനന്റ് മാത്രമേ രക്ഷപ്പെടുന്നു. അപ്പൊ യഹൂദന്മാരുടെ ഇന്നൊരു റെമനന്റ് ഉണ്ട്, ജാതികളുടെ ഇന്നൊരു റെമനന്റ് ഉണ്ട്. ഈ റെമനന്റ് ആണ് ചർച്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനർത്ഥം എന്താണ്? യേശു ക്രിസ്തു യഹൂദന്മാരുടെ അടുത്തേക്ക് വന്നു, അവരവനെ തള്ളിക്കളഞ്ഞു. ആ തള്ളിക്കളഞ്ഞു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അവരെ സുവിശേഷം സ്വീകരിച്ചില്ല. പൊതുവെ ആസ് എ പീപ്പിൾ ഗ്രൂപ്പ് അവരെ സ്വീകരിച്ചില്ല. എന്റെ ചോദ്യം, ഈ പത്രോസൊക്കെ ആരോടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നതാണ്?
ഈ പത്രോസ് വിശ്വസിച്ചവരോടാണോ അവിശ്വാസികളോടാണോ സുവിശേഷിച്ചുകൊണ്ടിരുന്നത്? ആർക്കാണ് ഈ ലേഖനം എഴുതിയത്? ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്ക് എഴുതിയതാണ്. ബിഥുന്യയിലും ആസിയിലും അവരാരായിരുന്നു? എല്ലാ യഹൂദന്മാരായിരുന്നു? അവർ പ്രത്യേക സുവിശേഷമായിരുന്നു? പത്രോസ് ജാതികൾക്ക് വേണ്ടി ഒന്നും എഴുതിയിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് തെളിവുകളില്ലാത്തത്. ഞാൻ നോക്കുമ്പോൾ എല്ലാ വേദവാക്യങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. ക്രിസ്തു വന്നത് യഹൂദന്മാരുടെ അടുത്തേക്കാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. യേശുക്രിസ്തു ആദ്യം ശിഷ്യന്മാരെ അയച്ചതും യഹൂദന്മാരുടെ അടുത്തേക്ക് തന്നെയാണ്. പക്ഷേ ക്രൂശിക്കപ്പെട്ട ശേഷം പുതിയ കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, പണ്ടത്തെ കവനന്റ് അനുസരിച്ച് യഹൂദന്മാർക്ക് മാത്രമേ ദൈവത്തിന്റെ പ്രസാദമുള്ളൂ. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? സകല ജാതികൾക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അപ്പൊ പുതിയ കവനന്റിനകത്ത് എല്ലാവരും ഉണ്ട്. പുതിയ കവനന്റിന്റെ ശുശ്രൂഷകരാണ് പുതിയ നിയമ അപ്പോസ്തലന്മാർ. അതിൽ യഹൂദനെന്നുമില്ല, യവനനെന്നുമില്ല. അപ്പോസ്തലന്മാർ മുഴുവൻ ക്രിസ്തുവിന്റെ ആ മാർമിക രഹസ്യങ്ങളെ വെളിപ്പെടുത്തി യഹൂദന്മാരുടെ ഇടയിൽ ശുശ്രൂഷിച്ചു, ജാതികളുടെ ഇടയിൽ ശുശ്രൂഷിച്ചു. എന്താണ് അതിനകത്ത് പ്രയാസം? അടുത്ത വാക്യം 2 കൊരിന്ത്യർ 5:16 മുതൽ 21 വരെ. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചും ഇരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാവധികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. നിങ്ങൾ ഇതെല്ലാവരും ഈ വാക്യം വിശ്വസിക്കണേ, കാരണം ഇത് ബൈബിളാണ്. പക്ഷെ ഇത് മറ്റാൾക്കാർക്കുള്ളതല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാരണം ലോകത്തിന് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാവരും ഉണ്ട്. ലോകത്തിന് എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട്. പിന്നെ ഇവർ പറയുന്ന ഒരു പ്രശ്നം, മത്തായിയുടെ സുവിശേഷം 28 സകല ജാതികളോടെന്ന് പറയുന്നത് ഇവർ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അന്ത്യകാലത്ത് ഇസ്രായേൽ ജനങ്ങൾ പല സ്ഥലങ്ങളിലായിരിക്കും, അല്ലെ ആ കാലത്ത്. അപ്പൊ പല രാജ്യങ്ങളിൽ പോയി ഇസ്രായേൽ മക്കളോട് പറയാനാ പറഞ്ഞതെന്ന്. പക്ഷെ ബൈബിളിൽ ജാതികൾ എന്ന് പറയുന്നത് ഒരിക്കലും ഇസ്രായേൽ മക്കളെ കുറിച്ചല്ല. നേഷൻസ് എന്ന് പറയുന്നത് വൈ ഡു ദ ഹീതൻസ് റേജ് എന്ന് പറയുന്നത് നേഷൻസ്, ജാതികൾ, ലോകം എന്ന് പറയുന്നത് ഒരിക്കലും യഹൂദന്മാരെ ജാതികളുമായിട്ട് താരതമ്യപ്പെടുത്തി സംസാരിക്കാറില്ല. സകല ജാതികളോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന യഹൂദന്മാരോടെന്നാണ്. ഒരിക്കലുമില്ല. യഹൂദനെ ജാതിയും രണ്ടാണ് എപ്പോഴും. അവർ ജാതിയനെന്ന് യഹൂദനെ വിളിച്ചു കഴിഞ്ഞാൽ അവന് ദേഷ്യം വരില്ലേ, അല്ലേ? അപ്പൊ കർത്താവ് പറഞ്ഞ സകല ജാതികളോടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ യഹൂദനാണോ ജാതി? അവർ പറയുന്ന സകല ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രാജ്യങ്ങളിൽ യഹൂദന്മാരുണ്ട്. നേഷൻസ് എന്നുള്ള ഇംഗ്ലീഷ് അവിടെ വായിക്കുള്ളൂ. അവിടെ മലയാളം വായിക്കാൻ മാറ്റേ വായിക്കില്ല, മലയാളം വായിക്കില്ല. അവിടെ മലയാളം വായിച്ചു കഴിഞ്ഞാൽ ജാതികൾ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഈ നേഷൻസ് എന്നുള്ള വാക്ക് നമുക്കറിയാം. ഈ നമ്മുടെ മിഷണറിമാരൊക്കെ നേഷൻസ് എന്ന് പറയുന്നത് ജാതികളെ ഉദ്ദേശിച്ച, അല്ലാതെ എന്താ പറയുന്നത് രാജ്യങ്ങളെ ഉദ്ദേശിച്ചല്ല. ജാതികൾ, നേഷൻസ്. ബൈബിളിൽ അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജാതികൾ എന്ന പദം അത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. ഹീതൻസ് എന്നാണ് പണ്ടത്തെ ട്രാൻസ്ലേഷൻ, ഹീതൻസ്. ഓക്കെ, അപ്പോൾ അത് മലയാളത്തിൽ വായിക്കില്ല. 28-20 മലയാളത്തിൽ വായിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. നേഷൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വായിക്കും. അപ്പൊ നമുക്ക് രാജ്യങ്ങൾ എന്നൊരു ഐഡിയ കിട്ടും. പക്ഷെ കർത്താവ് പറഞ്ഞ സകല ജാതികളിലുള്ള സുവിശേഷം അറിയിക്കാൻ, അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹീതൻസ്, എവ്രി വൺ. ഓക്കെ, യൂണിവേഴ്സലി ഓൾ. അടുത്ത വാക്യം എഫെസ്യർ 1:13. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്തിനാ ഇതൊക്കെ, അല്ലെ? ഈ റെഫറൻസ് എന്തിനാ നമുക്ക് അയച്ചു തരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ആകെ 2 വാക്യങ്ങളാണ് അവരുടെ ഉപദേശവുമായിട്ട് ഇത്തിരിയെങ്കിലും ബന്ധമുള്ള അതായിട്ട് അയച്ചത്. അതൊന്ന് പരിച്ഛേദനക്കാരുടെ ഇടയിൽ പത്രോസ് പോകുന്ന കാര്യവും, മറ്റൊന്ന് യേശുക്രിസ്തു പരിച്ഛേദനക്കാരുടെ ഇടയിലേക്ക് വന്നു എന്നുള്ള കാര്യമാണ്. അതിനകത്ത് ആർക്കും ഡിസ്പ്യൂട്ട് ഇല്ല. അതങ്ങനെ തന്നെയാണ്. നമ്മുടെ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പ്രസംഗിച്ചത് ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവ് വന്നത് സകല ലോകത്തെയും രക്ഷിക്കാനാണ്, ലോകരക്ഷിതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് യഹൂദന്റെ രക്ഷയ്ക്ക് മാത്രം വന്ന
ആണ് കർത്താവ് ദൈവത്തിന്റെ പുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, ഇനി കർത്താവിന്റെ വാക്കുകൾ, ആ വാക്കുകൾ സകലർക്കും, ലോകത്തിലുള്ള സകലർക്കുമാണ്. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചതെല്ലാം അവർ ഉപദേശിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഒഫൻസീവായിട്ട് തോന്നിയത് യേശു ക്രിസ്തു ഒരു യഹൂദ മതം പഠിപ്പിച്ച ആളായിരുന്നു എന്ന് പറഞ്ഞാണ്. ആ ട്രാക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്, ഇനി അവർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഈ ഓഡിയോ വീഡിയോ വേണം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം യൂട്യൂബിൽ നിന്ന്, എപ്പിസോഡുകൾ വേണം, ഏത് വേണം ഡിലീറ്റ് ചെയ്യാം. പക്ഷെ പ്രിന്റ് ചെയ്ത് മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടിയേക്കുന്ന പുസ്തകം അവരുടെ വീട്ടിൽ കയറി ഡിലീറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ജാതികൾ എന്താ സകല ജാതികളുടെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് യേശു ക്രിസ്തു ജാതികളോടല്ല, യഹൂദന്മാരെ യഹൂദമതം പഠിപ്പിച്ച ആളായിരുന്നു എന്നാണ്. അപ്പൊ നീ നിന്റെ ശത്രുക്കളെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത് യഹൂദമതമാണ്, അത് നമുക്കുള്ളതല്ല. യഹൂദമതമാണ് ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങൾ സൽഗുണപൂർണരാകുവിൻ. ഇതെല്ലാം യഹൂദമതമാണ്. നമുക്കതൊന്നും വേണ്ട. നമ്മൾ ചുമ്മാ കാലം നീട്ടിരുന്നാൽ മതി, നമ്മൾ ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആണ്. ഓക്കെ, പക്ഷെ അവരങ്ങനെയല്ല, അവർ കുറെ കഷ്ടപ്പെടേണ്ടി വരും, അവര് സ്നേഹിക്കേണ്ടി വരും. നമുക്ക് സ്നേഹിക്കാൻ വേണ്ട കേട്ടോ. ഈ സ്നേഹം എന്നുള്ള ഉപദേശം ഒരു കൃപാവരമായിട്ടാണ് പൗലോസ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരു ആത്മാവിന്റെ ഫലമായിട്ട് സ്നേഹത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ സ്നേഹം എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന യോഹന്നാനാണ്. ആ സ്നേഹം അവർക്ക് മതി. ഓക്കെ, നമുക്ക് അടുത്ത വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 26:16 മുതൽ 19 വരെ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്കാം, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിക്കാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. ജനത്തിന്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. അവർ അപ്പോസ്തല പ്രവൃത്തികൾ 26:16 മുതൽ. ഓക്കെ, സന്തോഷം. ജാതികളുടെ ഇടയിൽ പൗലോസ് പോയി എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തർക്കവുമില്ല. ജാതികളിലേക്ക് തിരിഞ്ഞു എന്നുള്ളതിനും തർക്കമില്ല. നമ്മുടെ തർക്കം 2 സുവിശേഷമായിരുന്നു അതെന്നുള്ളിടത്താണ് തർക്കം. അതല്ല എങ്കിൽ പത്രോസും യാക്കോബും ഒക്കെ ഉപയോഗിച്ചത് എന്താണ്? നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അവർ പറഞ്ഞതും പൗലോസ് പറഞ്ഞതും ഒന്ന് തന്നെയാണ് എന്നും ഒരേ സുവിശേഷമാണെന്നും പല ഓഡിയൻസിനോടാണ് പറഞ്ഞതെന്നും നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഇന്നും സുവിശേഷകർ വർക്ക് ചെയ്യുന്നത്. ചിലർ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു, ചിലർ സൗത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു, ചിലർ മുസ്ലിങ്ങളുടെ വർക്ക് ചെയ്യുന്നു, ചിലർ ഹിന്ദുസിന്റെ വർക്ക് ചെയ്യുന്നു, ചിലർ ക്രിസ്ത്യാനികളുടെ വർക്ക് ചെയ്യുന്നു, ചിലർ നിരീശ്വരവാദികളിൽ വർക്ക് ചെയ്യുന്നു. അതെല്ലാം ഒരേ സുവിശേഷം തന്നെയാണ്. നമ്മുടെ പാപങ്ങൾക്കായി കർത്താവ് മരിച്ചു, വിശ്വസിക്കുന്നവരെല്ലാം കൃപയാൽ രക്ഷിക്കപ്പെടും. വേറൊരു സുവിശേഷവും ഇല്ല, ഒറ്റ സുവിശേഷമേ ഉള്ളൂ. പിതാവിന്റെ ഇടയ്ക്കിലേക്ക് എല്ലാം ക്രിസ്തു എന്ന ഏക വഴി മാത്രമേ ഉള്ളൂ. അത് ഏത് അപ്പോസ്തലൻ പ്രസംഗിച്ചാലും ഉപദേശം രൂപം ഒന്ന് മാത്രമേ ഉള്ളൂ, അപ്പോസ്തലിക ഉപദേശ രൂപം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, ആ അപ്പോസ്തലന്മാരാണ് ഉപദേശ രൂപം കൊടുത്തത്. അത് എവിടെ ചെന്ന് ആര് പ്രസംഗിച്ചാലും അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ ഇടയിലാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ്. ജാതിയുടെ ഇടയിലേക്ക് അയക്കപ്പെട്ട ആളുമാണ്, പക്ഷെ അദ്ദേഹം യഹൂദന്മാരോട് സംസാരിക്കുമായിരുന്നു. അതിനുള്ള റെഫറൻസ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ വായിച്ചതാണ്. ഓക്കെ, ഏകദേശം പകുതിയെങ്കിലും ആയോ ഷാജ? ഹലോ, ആയിട്ടുണ്ട്. പകുതിയായോ? അടുത്ത പകുതിയായി. ഓ, നോക്കി ആലോചിച്ച് നോക്കി. ഇതിലേതെങ്കിലും 2 വാക്യമാണ് അവരുടെ ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി, അതും വളരെ പാർഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറയും. ബാക്കിയെല്ലാം നമ്മൾ അനുഭവിക്കുന്ന രക്ഷയെ കുറിച്ചുള്ള വാക്യങ്ങളാണ്. അടുത്ത വാക്യം റോമർ 9:4. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഓക്കെ, അതിനെന്താ പ്രശ്നം? പക്ഷെ അവരെ കട്ട് ചെയ്യേണ്ടി വന്നു. അവരെ കട്ട് ചെയ്തിട്ട് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തു, അങ്ങനെയല്ലേ? അടുത്ത വാക്യം. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് അവരെ മുറിച്ചു മാറ്റിയിട്ട് അവിടെ നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തു. അടുത്തത് അപ്പോസ്തല പ്രവൃത്തികൾ 13:39. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും
വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ഓക്കെ, അപ്പോൾ മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരണം വരുമെങ്കിൽ പിന്നെ യേശുക്രിസ്തു എന്തിനാണ് യഹൂദന്മാർക്ക് വേണ്ടി വന്നത്? മോശയുടെ ന്യായപ്രമാണത്താൽ അവരെ നീതീകരിച്ചാൽ പോരായിരുന്നു? യേശുക്രിസ്തുവിന്റെ സുവിശേഷത്താൽ മാത്രമേ, സുവിശേഷത്തിന്റെ പ്രസംഗത്താൽ മാത്രമേ നീതീകരിക്കപ്പെടുകയുള്ളൂ. അത് തന്നെയാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. ഓക്കെ, അടുത്ത വാക്യം. രണ്ട് തിമോഥെയോസ് 4:3-4. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അതെ, അതായത് കാലം വരും, അപ്പോഴാണ് കെട്ടുകഥ വരുന്നത്. ഓക്കെ, അതുവരെ സത്യം സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അതിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കും. ഇത് ആരെക്കുറിച്ച് പറയുന്നത് പെട്ടെന്ന് മനസ്സിലായില്ല? കെട്ടുകഥ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന കേൾക്കാൻ ആൾക്കാർ തെറ്റിപ്പോകുന്ന. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അന്ത്യകാലത്ത് വന്നത് അവരാണ്. അതായത് പത്യോപദേശം കേൾക്കാത്തവരാണ് അങ്ങോട്ട് പോകുന്നത്. എനിക്ക് നല്ല ഉറപ്പാണ്, ഈ കേട്ടിരിക്കുന്ന ആൾക്കാരും പത്യോപദേശം വ്യക്തമായി പഠിച്ചിട്ടുള്ളവരല്ല. ഈ കമന്റ് ചെയ്ത പല ആൾക്കാരും ഫ്രഷ് ബിലീവേഴ്സ് ആണ്. അവർ എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാരൊക്കെ പഠിച്ചിട്ടുള്ളവരും കാണുമായിരിക്കും. കാരണം വഴി തെറ്റണമെങ്കിൽ ആർക്കും വേണ്ടി വഴി തെറ്റാം. അതായത് അവർക്ക് കർണരസമാകുമാർ. അപ്പൊ അവര് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സത്യ ഉപദേശം അവരുടെ കയ്യിൽ ഇരിക്കുന്നു. നിങ്ങൾ ചെയ്സ് എന്ന് പറയുന്ന ആൾക്കാരെ പോലെ ഇങ്ങനെയുള്ളവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ കർണരസത്തിന് വേണ്ടിയാണ് കേൾക്കുന്നത്, സൂക്ഷിച്ചോളുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത വാക്യം. അപ്പൊ യേശുക്രിസ്തുവിന്റെ സുവിശേഷം നമുക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് കർണരസം. യേശുക്രിസ്തുവിന്റെ സുവിശേഷം നമുക്കുള്ളതല്ല, അത് യഹൂദന്മാരുടെ യഹൂദമതം പറഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദിവ്യമായ സുവിശേഷം. ഇത് എങ്ങനെയാണ് ഒരു നാട്ടുകാരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമോ? ഈ ലോകത്തുള്ള സാമാന്യ ജനം പോലും കരുതിയിരിക്കുന്ന കർത്താവ് നമ്മളുടെ എല്ലാവരോടും സംസാരിക്കുന്ന. അടുത്ത വാക്യം. 2 പത്രോസ് 1:19-21. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായി വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. ഇതിനകത്തൊന്നും നമുക്ക് യാതൊരുവിധ തർക്കങ്ങളും ഇല്ല. അങ്ങനെ തന്നെയാണ്. പ്രവചന വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പഴയ നിയമത്തിലെ പ്രൊഫസീസ് അത് അന്നത് കൊടുക്കുമ്പോൾ അവർക്ക് മാത്രമായിരുന്നെങ്കിലും ക്രിസ്തു നമുക്ക് വെളിപ്പെട്ട ശേഷം അതിനകത്തുള്ള നിഴലുകളെല്ലാം ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് ആ കവനന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പഴയ നിയമമാണുള്ളത്. അത് ആ പ്രവചന വാക്യങ്ങൾ നമ്മുടെ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ച് നമ്മളെ ഉറപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഫൈൻ. അടുത്തത് 2 തെസ്സലോനിയൻസ് 2:11-12. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. വെരി ഗുഡ്. അപ്പൊ അത് ആർക്ക് അയച്ചു എന്നാണ് അവർ പറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇത് നമുക്കാണോ അവർക്കാണോ അയച്ചേക്കുന്നത്? അതെങ്ങനെയാണ് അവർ തെളിയിക്കാൻ പോകുന്നത്? നമുക്കാണ് അയച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഈ ഭോഷ്കിന്റെ ആത്മാവിനെ അവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഒരൊറ്റ വചനം പോലും ഈ രണ്ട് കാര്യങ്ങളാണ് പൗലോസും പത്രോസും പഠിപ്പിക്കുന്നതെന്ന് സ്ഥാപിക്കാതെ, ഒരൊറ്റ കാര്യം പോലും പറയാതെ, പത്രോസ് ആരോടാണ് ഈ ലേഖനം എഴുതിയപ്പോൾ അത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഇങ്ങനെയാണ് സ്ഥാപിച്ചത്. ഇതുവരെ സ്ഥാപിക്കപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? യാക്കോബിന്റെ ലേഖനവും പത്രോസിന്റെ ലേഖനവും, യോഹന്നാൻ, പ്രത്യേകിച്ച് യോഹന്നാൻ ആരോടാണ്? എഫെസോസിലെ സഭ. എഫെസോസിലെ സഭയ്ക്ക് പൗലോസ് എഴുതി, യോഹന്നാൻ എഴുതി. എഫെസോസിലെ സഭയ്ക്ക് പൗലോസ് എഴുതിയപ്പോൾ നമ്മുടെ ഗോസ്പൽ. യോഹന്നാൻ എഴുതിയപ്പോൾ യഹൂദന്റെ ഗോസ്പൽ. ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു സാമാന്യ ബുദ്ധിയോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ എഫെസോസിലെ സഭയ്ക്ക് 2 പേര് കത്തെഴുതി. ഒന്ന് നമ്മളോടുള്ള സുവിശേഷം, അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോൾ വേറൊരു അപ്പോസ്തലൻ എഴുതി. ആ അപ്പോസ്തലൻ നമ്മുടെ സുവിശേഷകനല്ല, നമ്മുടെ അപ്പോസ്തലനല്ല, അത് നമുക്കുള്ള പുസ്തകമല്ല. അതെങ്ങനെയാണ് ഇവർ വിഭജിച്ചത്? അടുത്ത വാക്യം. 2 കൊരിന്ത്യർ 6:14-18 വരെ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോന്ന് ചേർത്ത, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ.
ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും ആകും എന്ന് ദൈവം അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് കൾട്ടുകളുടെ ലക്ഷണം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ബാക്കിയുള്ളവരെ ശപിക്കുകയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു കൾച്ചർ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അതായത് ഇവർ പറഞ്ഞു വരുന്നത് നമുക്ക് നിങ്ങൾക്ക് തമ്മിൽ എന്ത് കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വാസികളും നമ്മൾ അവിശ്വാസികളുമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗമാണിത്. ഇതെല്ലാം ആ കൾട്ട് മാനിപ്പുലേഷന്റെ ഭാഗമാണ്. അടുത്ത വായി. യിരെമ്യാവ് 17:5 മുതൽ 10 വരെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർ നിലത്തിനും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൊന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവർ ആർ? യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്തു. ഞാൻ ഇത്രയും നേരവും സംസാരിച്ചിട്ടും കഴിഞ്ഞ ദിവസം 4 സെഷൻ 5 സെഷനോളം സംസാരിച്ചിട്ടും ഒരിക്കൽ പോലും ഒരാളെ വ്യക്തിപരമായി വിമർശിച്ചിട്ടില്ല. ഉപദേശപരമായി മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. അതായത് ഇവരെല്ലാം നല്ല വ്യക്തികൾ തന്നെയാണ്. ഈ തോമസ് ജോർജ് എന്ന് പറയുന്ന ആളാണ് ഇത് പോപ്പുലറൈസ് ചെയ്ത്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ആ വഞ്ചനയിൽ നിന്ന് അവർ പുറത്തു വരണമെന്ന് മാത്രമാണ് പറയുന്നത്. ഇവര് ശപിക്കുന്ന പോലെ ശപിക്കാനും കഴ്സ് പ്രൊനൗൺസ് ചെയ്യാനും നീ വെറും ക്രാപ്പാണെന്ന് പറയാനും നിന്നെ ഞാൻ എടുത്തോളാം എന്നുള്ള സ്റ്റൈലിൽ സംസാരിക്കാനൊന്നും നമ്മുടെ ഉള്ളിലുള്ളത് അവരുടെ ഉള്ളിലുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നമ്മുടെ ഉള്ളിലെല്ലാം ആദമീന്റെ സീഡുണ്ട്. ദൈവം നമ്മളെല്ലാം ഒരുപോലെയാണ് കരുണയാൽ വീണ്ടെടുത്തത്. എന്നാൽ അന്ത്യകാലത്ത് വഞ്ചനയുടെ ആത്മാവിനാൽ പലരും താൽക്കാലികമായെങ്കിലും ഇവരിൽ ചിലരെങ്കിലും മൃതന്മാരും ദൈവത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർ മടങ്ങി വരും എന്നുള്ള പ്രത്യാശയോടുകൂടി തന്നെയാണ് ഇത് സംസാരിക്കുന്നത്. വ്യക്തിപരമായി എനിക്ക് ഇവരോട് ആരോടും യാതൊരു വിഷമവുമില്ല, വൈരാഗ്യവുമില്ല. ഞാൻ ഒരിക്കലും ഇവർ പറഞ്ഞതുപോലെയുള്ള വെല്ലുവിളിക്കുന്ന സ്ക്രിപ്റ്റേഴ്സ് പോസ്റ്റ് ചെയ്യുമില്ല. എൻ്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മറുപടിയാണ്. കർത്താവിന്റെ സഭയുടെ ഉപദേശങ്ങളെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷകൻ എന്നുള്ള രീതിയിൽ എൻ്റെ കടമ. ദൈവം നമ്മളെല്ലാവർക്കും ഒരേപോലെ കരുണ കാണിച്ച ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു പറയാൻ ഞാൻ ആളല്ല. സംഭവിക്കുന്ന ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഈ ലോകം ഞാൻ എന്നെ കർത്താവ് ഇന്നങ്ങ് വിളിക്കാമെന്ന് വിചാരിച്ചു. ഇവരെല്ലാം പറയാം, കണ്ടോ 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 ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി അവൻ പോയി. എങ്ങോട്ട് പോയി? കർത്താവിന് ആരെ വേണമെങ്കിലും ഏത് സമയത്തും വിളിക്കാം. എനിക്ക് ഏത് സമയത്തും തിരിച്ചു പോകാൻ റെഡിയായിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ശാപങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല. കാരണം യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചതാണ്. അവന്റെ രക്തം എനിക്ക് വേണ്ടി ഗുണകരമായി ഇന്നും പിതാവിന്റെ മുമ്പിൽ സംസാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ശപിക്കുന്ന രീതി ഞാനും പറയല. കാരണം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വലിയൊരു പങ്കും വഞ്ചിക്കപ്പെട്ടവരാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിന്റെ രക്തം നിങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ ദൈവവചനത്തെ സംബന്ധിച്ചുള്ള വളച്ചൊടിക്കലുകളോട് ദൈവം ക്ഷമിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം കരുണാമയനായ ദൈവമാണ്. അടുത്ത വാക്യം. മത്തായി 10:5. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. ഓക്കെ, കറക്റ്റ് ആണ്. യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശ് മരണം വരെ അവിടെ നിലനിൽക്കുന്ന കവനന്റ് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കവനന്റാണ്, എബ്രഹാമായിട്ടുള്ള കവനന്റാണ്. ജാതികളുമായി ഒരു കവനന്റും ഇല്ല. ജാതികളുമായി കവനന്റ് ഇല്ലാതെ കർത്താവ് ഇടപെടില്ല. അതുകൊണ്ടാണ് കനാന്യസ്ത്രീയോട് പറയുന്നത് നിനക്ക് അപ്പം നുറുക്കുകളേ ഉള്ളൂ എന്ന് പറയുന്നത്. ബട്ട് നോട്ട് ആഫ്റ്റർ ദ ക്രോസ്. ക്രൂശിൽ അവൻ സകല മനുഷ്യർക്കും പാപപരിഹാരം വരുത്തി, വിശ്വസിക്കുന്ന ഏവർക്കും. അത് ബൈബിൾ പറയുന്ന സത്യമാണ്. അവൻ ലോകത്തിൽ പാപികളെ രക്ഷിക്കാൻ വന്നു എന്നുള്ളത് സകലരും അംഗീകരിക്കേണ്ട വചനമാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടു കൂടി
ഈ ഡോറ് ലോകത്തിലുള്ള സകലരോടുമുള്ള ഒരു അൺകണ്ടീഷണൽ കവനന്റായി മാറുകയും സകലർക്കും രക്ഷയുടെ വാതിൽ ഒരുപോലെ തുറക്കുകയും ചെയ്തു. അതുവരെ കവനന്റ് യഹൂദന്മാരോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ആ ഓഫർ വന്നത്? മോശ പറഞ്ഞത് ഇങ്ങനെയാണ്. കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കണം. കൊല ചെയ്യരുതെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ആരാ പറഞ്ഞത്? മോശ പറഞ്ഞത്. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മോശ പറഞ്ഞത്. പക്ഷെ കർത്താവ് പറയും, ഞാനോ നിങ്ങളോട് പറയുന്നു. പുതിയ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നീ നിന്റെ പൂർണ്ണ ഹൃദയത്തോട് കർത്താവിനെ സ്നേഹിക്കാന്നാണ് മോശ പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, ഞാൻ പുതിയൊരു നിയമം നിങ്ങൾക്ക് തരും. ന്യൂ കവനന്റ് ആണ്. അതെന്താണ്? പുതിയ ഉടമ്പടി. ഞാൻ നിന്നെ സ്നേഹിക്കാൻ പോവാ മരണത്തിലൂടെ. അത് ആ സ്നേഹം നീ പ്രൊഡ്യൂസ് ചെയ്യണം, നിന്റെ ഉള്ളിലുണ്ടാകണം. നിനക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ നിന്നിൽ വസിച്ച് അത് നിന്നിൽ ഉണ്ടാക്കും. ഇത് പ്രോമിസാണ്. ഈ പ്രോമിസ് സകലർക്കുള്ളതാണ്. സുവിശേഷത്തിന്റെ പ്രോമിസ്. യേശുക്രിസ്തു വന്ന പഴയ നിയമം അതുപോലെ പഠിപ്പിച്ചിട്ട് പോയല്ല ചെയ്തത്. അതിൽ കർത്താവിന്റെ നീതി എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അത് സകല മനുഷ്യർക്കും വേണ്ട കർത്താവിന്റെ നീതിയെ അവൻ വെളിപ്പെടുത്തി ന്യായപ്രമാണത്തെ പൂർത്തിയാക്കുകയായിരുന്നു. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? കാരണം യേശുക്രിസ്തു പറഞ്ഞ സുവിശേഷം അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നുള്ളത് യഹൂദനെ ഉദ്ദേശിച്ചാണോ? അങ്ങനെയാണെങ്കിൽ കർത്താവിനെ നമ്മൾ പല കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. അവര് വചനം ഡിവൈഡ് ചെയ്യാൻ പോയി കർത്താവിനെ തന്നെ, സുവിശേഷത്തെ തന്നെ, അപ്പോസ്തലന്മാരെ തന്നെ ഡിവൈഡ് ചെയ്തു. ശരിക്കും ഡിവൈഡ് ചെയ്യാൻ പോയത് വചനത്തെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഡിവൈഡ് ചെയ്ത് ആരെയാണ്? യേശുവിന്. കാരണം ചിലരെ പത്രോസിന്റെ ആൾക്കാരാക്കി, ചിലരെ പൗലോസിന്റെ ആൾക്കാരാക്കി. അങ്ങനെ ആകെ മൊത്തം കടിച്ചു മുറിച്ച് കഷ്ണമാക്കി വെച്ചു. ക്രിസ്തു വിഭജിക്കപ്പെടുന്നു എന്ന് പൗലോസ് ചോദിച്ചു. ചിലർ കേഫാവിന്റെ ആൾക്കാരെന്നും ചിലർ പൗലോസിന്റെ ആൾക്കാരെന്നും പറയുന്നു. ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? ചോദ്യം അതാണ്. ക്രിസ്തുവിനെ വിഭജിക്കുന്നവരെ, നിങ്ങൾ ഇത്തിരിയെങ്കിലും കർത്താവിനോട് ഒരു കരുണ കാണിക്കും. ഡോണ്ട് അസോൾട്ട് ഹിസ് പേഴ്സൺ. കർത്താവിനെ നിന്ദിക്കാതെ. കർത്താവ് നമ്മുടെ ടീച്ചറാന്നുള്ള, എന്നെ പഠിപ്പിച്ച എന്റെ ഗുരു എന്ന് ഞാൻ വിശ്വസിക്കുന്ന, എന്റെ കർത്താവും രക്ഷിതാവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനെ, കർത്താവിന്റെ ശിഷ്യനെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ യഹൂദന്മാരുടെ ഗുരുവാക്കി മാറ്റിയതിനെ ഓർത്ത് അനുദപിക്കുക. കാരണം യേശുക്രിസ്തു എന്നോടുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്, എന്നെ അല്ല പഠിപ്പിച്ചതെന്ന് പറയുന്നത് ക്രിസ്തുവിനെ റിജക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, അടുത്ത വാക്യം. 1 തെസ്സലോനിക്കർ 2:15-16. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പത്രോസ് ശുശ്രൂഷ കൊണ്ടിരുന്ന യുവമാരോടായിരുന്നു, ഈ അവിശ്വാസികളായ യഹൂദന്മാരോട്. പത്രോസ് പറഞ്ഞ അവർ കേൾക്കുവോ? നമ്മുടെ ചോദ്യം യഹൂദന്മാർ തള്ളിക്കളഞ്ഞെന്നുള്ളതിനകത്ത് നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ പത്രോസ് പ്രസംഗിച്ചിരുന്ന ഓഡിയൻസ് ആരാണ്? അവരോട്, അത് യഹൂദന്മാരായിക്കോട്ടെ, അവരോട് സംസാരിച്ച സുവിശേഷം എന്താണ്? അതും നമ്മൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് എവിടെയാണ് മനസ്സിലാകുന്നത്? ഇതിപ്പോ അവിശ്വസിച്ച യഹൂദന്മാരെ കുറിച്ച് പറയുന്നത്. ശരിയാണ്, അവിശ്വസിച്ച യഹൂദന്മാർ പത്രോസിനെ എടുപ്പിക്കില്ല, പൗലോസിനെ എടുപ്പിക്കില്ല. അവിടെയും പത്രോസും പൗലോസും ഒന്നാണ്. അടുത്ത വാക്യം. കൊലോസ്യർ 2:8. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനെ ഒത്തവണ്ണം ഉള്ളവരല്ല. അത് അവർ സൂക്ഷിക്കാൻ ദൈവം അവരെ സഹായിക്കട്ടെ. അടുത്ത വാക്യം. അപ്പോസ്തലപ്രവൃത്തികൾ 13:7. അവൻ ബുദ്ധിമാനായ സർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവർ ബർന്നബാസിനും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിൽക്കുന്ന ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഓക്കെ, അതായത് ഇവരുടെ സുവിശേഷം പലരും വിശ്വസിച്ചേനെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ആ വിശ്വാസം അവരിൽ വളരാതെ തന്നെ തടുത്തു കളഞ്ഞു. ഇനി കേട്ടോളൂ ബാക്കി ശാപവാക്കുകൾ. ഇതൊരു ഒന്നാം തരം കൾട്ടാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ എവിഡൻസ്. അവർ ദൈവത്തെയും ദൈവത്തിന്റെ ജനത്തെയും ബഹുമാനിക്കുന്നില്ല. അടുത്ത വാക്യം. അതിന്റെ ബാക്കി തന്നെ ശാപവാക്കുകളാണ്. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വന്നു.
കൈ പിടിച്ച് നടക്കുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. നമുക്കറിയാലോ സ്കേവയുടെ മക്കൾക്ക് എന്താ സംഭവിച്ചത്, നമുക്ക് വിടാം. ഈ വാക്യങ്ങൾ ഇവര് പറയുന്നത് അവരുടെ കൾട്ട് നേച്ചറിനെ തന്നെയാണ് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നത്. ദിസ് ഈസ് എ പ്യുവർ കൾട്ട്. അതായത് ഒരു മനുഷ്യര് എങ്ങനെ വഞ്ചിക്കാം, ഭയപ്പെടുത്താം. ഇനി ആദ്യം നമ്മൾ ബുദ്ധി കൊണ്ട് അപ്പീൽ ചെയ്യുന്നു, നടക്കുന്നില്ല. പൈസ കൊണ്ട് അപ്പീൽ ചെയ്യുന്നു, നടക്കുന്നില്ല. നല്ല സൗമ്യമായ സ്വഭാവം കൊണ്ട് അപ്പീൽ ചെയ്യുന്നു, നടക്കുന്നില്ല. അവസാനം ഭീഷണിയിലേക്ക് വരുന്നു. ഭീഷണിപ്പെടുത്തുന്ന ആരെ വെച്ചാന്നറിയോ? വഴി തടയോ അടിക്കുന്നൊന്നുമല്ല, ദൈവമാണ് അവരുടെ പ്രധാന ഭീഷണി നടപ്പാക്കുന്ന ഗുണ്ട. അവർ ദൈവത്തെ വെച്ചാണ് ഭീഷണി. സഹോദരങ്ങളെ, ദൈവം എല്ലാവരുടെയും കരുണ കാണിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്ത വാക്യം റോമർ 16. ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ വളരെ ബലഹീനരായി പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ചൊല്ലി മറ്റുള്ളവരെ ശപിക്കുന്നത്. നമ്മുടെ കൺട്രോൾ പോകുമ്പോഴാണ്. അതായത് മറുപടിയില്ല, പറയുന്ന വാക്യങ്ങളെല്ലാം ഒന്നും തെളിയിക്കുന്നില്ല. ഇത് തെളിയണമെങ്കിൽ ചാർട്ട് വരണം. അത് നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല, സൗകര്യമില്ല. അവർ പറഞ്ഞ വാക്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അപഗ്രഥിക്കാം. അല്ലാതെ ഇവരുടെ പുസ്തകം വായിച്ചുകൊണ്ട് ഒന്നാമത് സമയമില്ല. അതിന്റെ പുറകെ ഈ സീഡിയും കേട്ടോണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ വാക്യങ്ങൾ തന്നതിന് നന്ദി. ഈ വാക്യങ്ങളുടെ വിശകലനമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്. ഇനി ആ ചാർട്ടും ഇതെല്ലാം കൂടെ നോക്കി ഇത് മനസ്സിലാക്കാൻ മാത്രം ഒരു അത്യാവശ്യം ഇല്ല. ഇതിനേക്കാളും ഗൗരവമായ ദുരുപദേശങ്ങൾ വേറെ ഒത്തിരി ഉണ്ട്. ഇത് വളരെ ഗൗരവം കുറഞ്ഞൊരു ദുരുപദേശമാണ്, കാരണം തെളിയിക്കാനൊന്നും പറ്റിയല്ല. അടുത്ത വാക്യം റോമർ 16:17. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് അത് ദൈവസഭയിലുള്ള സകലരോടും ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളെ പഠിപ്പിച്ചതിന് വിരോധമായി പലരും CD വഴിയും ചാനലുകൾ വഴിയും SMS മെസ്സേജുകൾ വഴിയും നിങ്ങളെ സമീപിക്കും, സൂക്ഷിച്ചുകൊള്ളുക. അടുത്ത വാക്യം റോമർ 16:24. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്ന ആ പ്രവാചകന്മാരുടെ എഴുത്ത് എന്തിനാ അവിടെ പറഞ്ഞ? ജാതികളുടെ കാര്യത്തിൽ പറഞ്ഞപ്പം അത് പ്രവാചകന്മാർ അവർക്കുള്ളതല്ലോ. അടുത്ത വാക്യം അവിടെ പ്രവാചകന്മാരെ പറഞ്ഞപ്പം വേണ്ടിടത്ത് എടുക്കാൻ അറിയാം. അടുത്ത വാക്യം കൊലോസ്യർ 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുൻപാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. ഓക്കെ, സന്തോഷം. അടുത്ത വാക്യം. ഇതൊക്കെ നമുക്ക് സന്തോഷമുള്ള വാക്യം. അവൻ പത്രോസ് പറഞ്ഞ വേറെ നാം തെളിയിക്കണം. അതിനുള്ള വാക്യമാണ് ഞാൻ നോക്കുന്നത്. കൊലോസ്യർ 1:20. അവൻ കുരിശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടും അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. കൊലോസ്യർ 1:23. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുൻപിൽ നിൽക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവുള്ളത് എന്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് പൗലോസിനോട് ഭയങ്കര സ്നേഹം തോന്നില്ലേ? ഒത്തിരി കഷ്ടം അനുഭവിച്ച പാവം അപ്പോസ്തലൻ, കുഴപ്പമില്ല, നല്ല കാര്യം. പക്ഷെ അവിടെ പറയുന്നത് പൗലോസിനോട് മാത്രമേ അത് തോന്നാവൂ. പത്രോസിനോട് തോന്നരുത്, വേറെ ആരോടും തോന്നരുത്. നമുക്ക് ആകെ ഒരൊറ്റ അപ്പോസ്തലനേ ഉള്ളൂ, പൗലോസ്. അടുത്ത വാക്യം. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടക്കുന്ന മർമ്മം എങ്കിൽ ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദിനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു. ആദ്യം നോക്കി, അത് വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു, അത് ജാതികളോട് അറിയിക്കാൻ. അപ്പൊ ആദ്യം ഏതാ സംഭവിച്ചത്? വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു, അത് ജാതികൾക്ക് അറിയത്തില്ല. ജാതികളെ അറിയിക്കാൻ വേണ്ടി ഇവരെ തെരഞ്ഞെടുത്തു. അത്രേ ഉള്ളൂ. വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു, പിന്നെയാണ് ജാതികളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ദൈവം ഇവരെ തെരഞ്ഞെടുക്കുന്നത്. വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടത് എപ്പോഴാ? അടുത്ത വാക്യം. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്ന ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു.
ഇവിടെ എവിടെയാണ് ഈ അതിനായി രണ്ട് ഞാൻ സുവിശേഷം? ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് മാത്രം പറഞ്ഞത് മറ്റുള്ളവർ പറയാത്തതുമായ, മറ്റുള്ളവർ വേറെ എന്തെങ്കിലുമാണ് പറഞ്ഞതെന്ന് എവിടെയാണ് ഉള്ളത്? ബേസിക്കലി ഇവർക്ക് വന്ന കൺഫ്യൂഷൻ, ഹൈപ്പർ ഗ്രേസുകാർക്ക് വന്ന കൺഫ്യൂഷൻ എന്താണെന്നറിയാം? അവർക്ക് സാങ്ക്ടിഫിക്കേഷന്റെ ഉപദേശം മനസ്സിലാകുന്നില്ല. അതായത് ഈ മറ്റ് അപ്പോസ്തലന്മാർ എഴുതുമ്പോഴേക്കും സഭ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ആ സഭയോട് വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, നീതീകരണത്തെക്കുറിച്ചല്ല. ഇവർ നീതീകരണം മാത്രം മതി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ഗ്രേസുകാരുടെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. അവർ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള എല്ലാ ടീച്ചിങ്സും കട്ട് ചെയ്ത് കളഞ്ഞു. അവർക്കത് മതി, അവർ വിശുദ്ധരാകാൻ ഉദ്ദേശിക്കുന്നില്ല, നീതീകരിക്കപ്പെട്ടു സ്വർഗത്തിലോട്ട് പോകും, അത്രയും മാത്രമേ ഉള്ളൂ. ആ ഒരു വിശുദ്ധീകരണത്തെ റിജക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്ന വിശുദ്ധിയെക്കുറിച്ചാണ്, എബ്രായ ലേഖനം പറയുന്ന വിശുദ്ധിയെക്കുറിച്ചാണ്. അത് ഓൾറെഡി നീതീകരിക്കപ്പെട്ട ആളുകളോടാണ് സംസാരിക്കുന്നത്. അതിന്റെ വ്യത്യാസം മാത്രമാണ് അവിടെ ഉള്ളത്. വ്യത്യാസം പോലും അല്ല അത്. അതേ സുവിശേഷം തന്നെയാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നതെന്ന് പത്രോസിന്റെ സാക്ഷ്യമുണ്ട്. ഓക്കെ, അടുത്ത വാക്യം. ഫോക്കസിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ഉപദേശങ്ങളിലില്ല. അടുത്ത വാക്യം. അത് എഫെസ്യർ 6:13, 6:12-13. നമ്മുടെ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ. നമുക്കറിയാവുന്ന വാക്യാണ് അത്. കൂടുതൽ അതിനകത്ത് അങ്ങനത്തെ വാക്യങ്ങളാണ് മൊത്തം. ഇനിയുണ്ടോ? ഇനി അതേ ഉള്ളൂ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. ഞാൻ ക്രിസ്തുവിനെ, ഇനി ഫിലിപ്പിയർ 3:9, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയില്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. നായ്ക്കളെ സൂക്ഷിപ്പീൻ, അത് ഫിലിപ്പിയർ 3:2. നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. അപ്പൊ ഒരുപക്ഷെ ഈ ആകാത്ത വേലക്കാരെന്ന് ഉദ്ദേശിക്കുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെ ആയിരിക്കും ഇവര്. കാരണം ഒരു അപ്പോസ്തലനേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം സൂക്ഷിക്കാനല്ലേ പറയുന്നത്. എന്താണോ ഇത്? എവിടെ ചെന്ന് അവസാനിക്കും? അടുത്ത വാക്യം ഇനിയുണ്ടോ? ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഇത് എഴുതിയിട്ടുണ്ട്, ഡി എഡ്യൂക്കേറ്റിംഗ് എ പേഴ്സൺ ഈസ് വെരി ഡിഫിക്കൽട്ട് ദാൻ എഡ്യൂക്കേറ്റിംഗ്. കൊള്ളാം. അദ്ദേഹം അത്ര എഴുതി. ഇനി വേറെ പല ആൾക്കാരും പലതും എഴുതിയിട്ടുണ്ട്. ചിലർ എനിക്ക് ഭ്രാന്താന്ന് എഴുതിയിട്ടുണ്ട്, ഞാനൊരു വെറും ക്രാപ്പാന്ന് എഴുതിയിട്ടുണ്ട്, നിന്നെയോടൊക്കെ ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. രാജേഷ് ഭരത്തിന്റെ അടുത്ത് കുറെ മാറ്റർ ഉണ്ട്, അതൊന്നും വലിയ പ്രസക്തമാണെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും പ്രസക്തമായിട്ടുള്ളതുണ്ടോ ഈ ശാപവും ആപഹാസവും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? രാജേഷ് ഭരതർ എന്ന് പറയോ? കുറെ ഉണ്ട്. അതിനകത്ത് കുറച്ച് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. Like Moses to Jewish people, hasn't Paul been commissioned to liberate the Gentiles by a number of progressive revelations and mysteries of Lord Jesus Christ from Acts 9, chapter 9 on, by which he was empowered to write 13 books out of 27 New Testament books, in which the rapture of church, the body of Christ, rapture of church എന്ന് പറഞ്ഞാൽ ഹൈഫൺ ഇട്ടിട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റ് എഴുതിയിട്ടുണ്ട്. As Moses wrote Pentateuch to the Israelites, the bride of Christ. ഇവിടെ രണ്ടുമായിട്ട് കാണിച്ചിരിക്കുക. ഒന്ന് റാപ്ചർ ഓഫ് ദ ചർച്ചിനെ കുറിച്ച് പറഞ്ഞത് ബോഡി ഓഫ് ക്രൈസ്റ്റും, പെന്ററ്റ്യൂക്ക് 5 ബുക്ക് എഴുതിയേക്കുന്നത് മോശെ ഇസ്രായേലിനെ കൊടുത്തേക്കുന്നത് ഇസ്രായേൽസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റുമായിട്ട്. വണ്ടർഫുൾ. ഈ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചാവും എന്ന് പറയുന്നത് എഫേസ്യ ലേഖനത്തില് തന്റെ മണവാട്ടിക്ക് വേണ്ടി കർത്താവ് എന്റെ ജീവനെ നൽകി എന്നുള്ള പറഞ്ഞ പൗലോസാണ്. ഇനി അതിനകത്ത് വേറൊരു കാര്യം, 13 പുസ്തകം പൗലോസ് എഴുതിയതുപോലെ 5 പുസ്തകം യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. മോശം 5 പുസ്തകമാണ് എഴുതിയത്. അപ്പോസ്തലന്മാർ എത്ര പുസ്തകം എഴുതി എന്നുള്ളത് എങ്ങനെയാണ് അവരുടെ ഉപദേശം വേറെയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ യോഹന്നാൻ പൗലോസിന്റെയും അല്ല പത്രോസിന്റെയും അല്ലാത്ത വേറൊരു ക്ലാസ് ഓഫ് ടീച്ചിങ് ആണോ ചെയ്തത്? എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പ്രോഗ്രസീവ് റെവലേഷൻ എന്ന് പറയുന്നത് ബൈബിളിലുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ക്ലൈമാക്സ് ആകുന്നത് പോലെ യോഹന്നാന്റെ അടുത്തേക്ക് എത്തുന്ന പോലെയാണ്. യേശുക്രിസ്തു പറഞ്ഞതിൽ നിന്നും അതിന്റെ എക്സ്ട്രാപ്പുലേഷൻ അല്ലാതെ വേറൊന്നും ഒരു അപ്പോസ്തലനും പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞ സ്നേഹത്തിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതിന്റെ വഴിയാണ് മറ്റ് അപ്പോസ്തലന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ നീതിയിലേക്ക് എത്താനുള്ള വഴിയാണ്. പൗലോസ് ഒരു ആദ്യകാല സഭയോട് സുവിശേഷം പറയുന്നു. പതുക്കെ യോഹന്നാനെ പോലെ മെച്യൂർ ആയിട്ടുള്ള അതായത് സഭയുടെ മെച്യൂരിറ്റി,
സഭയുടെ മെച്യൂരിറ്റിയോട് വരുന്ന അപ്പോസ്തലന്മാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ടോപ്പിൽ എങ്ങനെ സാങ്ക്ടിഫിക്കേഷന്റെ ഫലം പുറപ്പെടുവിക്കാമെന്ന് പറയുന്നു. ഇതൊന്നും തന്നെത്താൻ ചെയ്യുന്ന കാര്യമല്ലെന്ന് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എന്നിൽ വസിച്ചാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വിശ്വാസത്താൽ ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് തന്നെയാണ് പൗലോസും പറഞ്ഞിരിക്കുന്നത്. അതിന്റെ നീതീകരണത്തിന്റെ വിശദീകരണത്തിന്റെ ഫലം റിജക്ട് ചെയ്യുന്നതിന് തുല്യമാണ് മറ്റ് അപ്പോസ്തലന്മാരെ തള്ളിക്കളയുന്നത്. അടുത്ത എന്തെങ്കിലും ഉണ്ടോ? രണ്ടെണ്ണമുണ്ട്. സാത്താന്റെ സന്തതിയായ മുഹമ്മദ് ഈസ ലാസർ യോഹന്നാൻ പൗലോസിനെയും പൗലോസിന്റെ ലേഖനങ്ങളെയും തള്ളി പറയുന്നു. അതുപോലെ തന്നെ ചേസ് ജോസഫും ചെയ്യുന്നു. ഗേറ്റ് മിനിസ്ട്രീസ് പറയുന്നത് സത്യസുവിശേഷം, ആദ്യ നൂറ്റാണ്ടിലെ സുവിശേഷം. കത്തോലിക്ക ചർച്ച് ചേസ് ജോസഫ് ഏതായാലും പൗലോസിനെ തള്ളിക്കളയുന്നു എന്ന് ആ മനുഷ്യനല്ലാതെ ഗേറ്റ് മിനിസ്ട്രിക്കാർ പോലും പറയല. കാരണം എന്റെ പ്രസംഗം മൊത്തം പൗലോസാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും അടുത്ത എന്തെങ്കിലും? അപ്പോൾ സഭ ഉപദ്രവത്തിൽ കൂടി കടന്നു പോകുമോ? മത്തായി 24 യഹൂദന്മാർക്കുള്ളതോ ഇന്നത്തെ സഭയ്ക്കുള്ളതോ? ഓക്കെ, മത്തായി 24 അല്ല, ബൈബിളിലെ എല്ലാ വാക്യങ്ങളും ഇന്നത്തെ സഭയ്ക്കുള്ളതാണ്. സഭയ്ക്കുള്ളതല്ലാത്ത ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. അതാണ് ഡിസ്പെൻസേഷനലിസവും കവനന്റ് തിയോളജിയും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിലെ എല്ലാ വാക്യങ്ങളും സകലർക്കുള്ളതാണെന്നാണ്. ഓക്കെ, ഈ പ്രീ ട്രിബുലേഷൻ പോസ്റ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത് വേറൊരു ചോദ്യമാണ്. അത് ഈ 7 വർഷത്തെ ഗ്യാപ്പ് എന്നുള്ള ആ ചോദ്യമാണ്. ദാറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ദാറ്റ് വി വിൽ ലുക്ക് അറ്റ് അനദർ ടൈം. ശരിക്കും ബൈബിളിൽ ഓരോ വാക്യങ്ങളും അതെങ്ങനെ വ്യാഖ്യാനിച്ചാലും ഇറ്റ്സ് അഡ്രസ്ഡ് ടു എവരി വൺ. ഓക്കെ, അപ്പോൾ ചില പെന്തക്കോസ്തുകാരനോട് ഒബ്ജക്ട് ചെയ്യും, അല്ലല്ല, ബട്ട് ഐ വിൽ നോട്ട് ഡിവൈഡ് ദ ബൈബിൾ. എന്നെ സംബന്ധിച്ച് ബൈബിൾ ഈസ് യുണീക്ക് ആൻഡ് ഇറ്റ്സ് ഗിവൺ ടു എവരി വൺ. അടുത്ത കാര്യം Jesus came to this world as their promised Messiah. His primary program was evangelize or redeem Jews at first. Then through them the Gentiles too, as promised to Abraham in Genesis. And he made it clear too, while sending the 12 and 70 disciples to the lost sheep of Israel. Agreed. Also, while talking to the Gentiles, a woman whose daughter was sick. So he sent the disciples to the Jewish diaspora and Jewish proselytes before the cross. ക്രൂശിന് മുമ്പ് scattered over different nations. ക്രൂശിന് മുമ്പ് അങ്ങനെയാണ്. ഓക്കെ, ക്രൂശിന് മുൻപ് കവനന്റ് ഇല്ല. അതാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. There is no covenant between a sinner and God. ദൈവം കവനന്റിലൂടെ മാത്രമാണ് ആൾക്കാരോട് സംസാരിച്ചത്. പഴയ നിയമത്തിലെ മോശയുടെ കവനന്റ് അനുസരിച്ചാണ് ഇവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ക്രൂശിൽ എന്ത് ചെയ്തു? അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി. ആ റെവലേഷൻ ആണ് ഇവരുടെ തലയിലേക്ക് ഇറങ്ങാത്തത്. ഓൺ ദ ക്രോസ് വാട്ട് ഡിഡ് ഹി ഡു? അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി വേർപാടിന്റെ നടുച്ചോർ ഇടിച്ചു കളഞ്ഞു. പ്ലീസ് ലിസൺ മൈ ബ്രദറൻ, അത് ക്രൂശിൽ സംഭവിച്ചു. ആർ യു ഡിനൈയിങ് ദാറ്റ് യൂണിഫിക്കേഷൻ ഓൺ ദ ക്രോസ്? എന്തുകൊണ്ടാണ് ജാതികളെ യഹൂദനെ ഒന്നാക്കാൻ ക്രൂശിന് കഴിഞ്ഞില്ല നിങ്ങൾ പറയുന്നത്? ആ ക്രൂശിൽ ഈ സെപ്പറേഷൻ എടുത്തു കളഞ്ഞു. ദർ ഇസ് ഓൺലി വൺ ഗോസ്പൽ ആഫ്റ്റർ ദ ക്രോസ്. അതുകൊണ്ടാണ് സകല ജാതികളോട് ഇത് പറയാൻ പറഞ്ഞത്. ഈ നിങ്ങൾ ആദ്യം കോട്ട് ചെയ്തതും രണ്ടാമത് കോട്ട് ചെയ്തതും തമ്മിൽ ഇടയ്ക്കൊരു വലിയ സംഭവം നടന്നായിരുന്നു. ഈ ഇരുപക്ഷത്തെ ഒന്നാക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം. അത് വിട്ടിട്ടാണ് നിങ്ങൾ ആ കണ്ടിന്യൂറ്റി ബ്രേക്ക് ചെയ്തത്. ആ കണ്ടിന്യൂറ്റിക്കകത്ത് കർത്താവിന്റെ ക്രൂശുണ്ട്, ക്രൂശിലൂടെയുള്ള വീണ്ടെടുപ്പുണ്ട്, ക്രൂശിലൂടെയുള്ള ഇരുപക്ഷത്തെ ഒന്നാക്കുക എന്ന് പറയുന്ന ആ മിനിസ്ട്രി ഉണ്ട്. റിക്കൺസിലിയേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ ആൻഡ് മാൻ. ആ ഒരു റിക്കൺസിലിയേഷന്റെ കാര്യം പറഞ്ഞില്ല. അതും കൂടെ പറയണമായിരുന്നു. അത് മിസ്സായി പോകുന്നതാണ് ഗേറ്റ് മിനിസ്ട്രീസിന്റെ അവതാളം എന്ന് പറയുന്നത്. Go ye and therefore teach all nations, baptizing them in the name of Father, Son. Teach the Jews in all nations, അല്ലെ? Teach the diaspora in all nations. ആ ഡയസ്പോറ ആഡ് ചെയ്തത് ഗേറ്റ് മിനിസ്ട്രിക്കാരാണ്. നേഷൻസ് എന്നുള്ള വാക്കിന് ജാതികൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നിങ്ങൾ ദൈവവചനത്തോട് മല്ല് പിടിക്കരുത് എന്ന് സ്നേഹബുദ്ധി ഉപദേശിക്കുന്നു. നിങ്ങൾ എന്നെ എങ്ങനെ ശപിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ ദൈവം കരുതുന്നതിനപ്പുറത്ത് ആർക്കും കരുതാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ വെല്ലുവിളിക്കരുത്, വചനത്തെ വളച്ചൊടിക്കരുത്. ഈ ഡയസ്പോറ അവിടെ കൊണ്ട് ആഡ് ചെയ്യരുത്. അത് നിങ്ങളുടെ പ്രസംഗം സ്യൂട്ട് ആവാൻ വേണ്ടിയാണ്, നിങ്ങളുടെ തിയറി ഫിറ്റ് ആവാൻ വേണ്ടിയാണ്. അവിടെ പല ജാതികളിൽ സ്കാറ്റേഡ് ആയിട്ട് യഹൂദന്മാരോടാണ് യേശുക്രിസ്തു ക്രൂശ് മരണത്തിന് ശേഷവും സംസാരിച്ചതെങ്കിൽ യേശുവിന്റെ ക്രൂശിന്റെ മെസ്സേജും യഹൂദനുള്ളതാണ്, അല്ലെ? അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ക്രൂശ് മരണത്തിന് ശേഷവും ജാതികൾക്ക് രക്ഷ ഓപ്പൺ ആയില്ലെങ്കിൽ, ദൈവത്തിന്റെ കണ്ണിൽ പോലും ഓപ്പൺ ആയില്ലെങ്കിൽ, ദൈവം പോലും അത് മുന്നമേ കണ്ടില്ലെങ്കിൽ, ഈ ക്രൂശിന്റെ മെസ്സേജ് സകല ജാതികളെയും പഠിപ്പിക്കാൻ ഒരു കമ്മീഷൻ തന്നെ നമുക്കില്ല. യഹൂദന്റെ ഡയസ്പോറയ്ക്ക് മാത്രമേ അതുള്ളൂ. യേശുക്രിസ്തു നമുക്കുള്ളതല്ലെങ്കിൽ പിന്നെ പൗലോസ് നമുക്ക് എന്ത് ചെയ്യാനാണ്?
സഹോദരങ്ങളെ, എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, ദൈവം എല്ലാവരോടും ക്ഷമിക്കട്ടെ. ഇനി ഇത് കേട്ടുകൊണ്ടിരുന്ന എന്റെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചേസ് ബ്രദർ പറഞ്ഞത് ശരിയായില്ല, ആ ഗേറ്റ് മിനിസ്ട്രിക്കാരാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈകൾ ഉയർത്താം. നമ്മളിത് തീരാൻ പോവാണ്, സമയമില്ല. എനിക്ക് ഇന്ന് 6 പ്രസംഗങ്ങളുണ്ട്. എനിക്ക് ഓൾറെഡി ഒത്തിരി നേരത്തെ എഴുന്നേറ്റതിന്റെ ഒരു ചെറിയ തലവേദന ഇതൊക്കെ ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുമ്പിൽ 6 പ്രസംഗങ്ങൾ ഉണ്ടെന്നുള്ളത് എന്നെ ഒരിത്തിരി ടയർഡ് ആക്കുന്നുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും കൈ ഉയർത്താനുണ്ടെങ്കിൽ കൈ ഉയർത്താം, പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് വി ആർ ഗോയിങ് ടു ക്ലോസ് ദിസ്. ആർക്കും ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അടുത്ത ദിവസങ്ങളിൽ അതിന് ഇത് ഫൈനൽ ആയില്ലെങ്കിൽ നമുക്ക് വി വിൽ സീ അനദർ ടൈം. ദയവായിട്ട് നിങ്ങൾ എപ്പിസോഡ് വായിക്കാൻ പോകണ്ട കേട്ടോ. അതുതന്നെയാണ് ബ്രെയിൻ വാഷിംഗ് എന്ന് പറയുന്നത്. ഈ ബ്രെയിൻ വാഷ് ചെയ്യാൻ ആവശ്യമില്ല. ഒരു വചനം പറയട്ടെ, നമുക്ക് വചനത്തിന് മറുപടി കൊടുക്കാം. അല്ലാതെ ഈ കാണുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കാൻ പോകാനും അല്ലെ കാണുന്ന CD എല്ലാം കേട്ട് സമയം കളയരുത്. ദയവായിട്ട് ആ സമയത്ത് ബൈബിൾ വായിച്ചാൽ മതി. ഈ പറയുന്ന പ്രസംഗങ്ങളുടെ എല്ലാം പുറകെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വകയെ മനസ്സിലാവത്തുമില്ല. ഓക്കെ, അതുകൊണ്ട് കേൾക്കരുത് എന്ന് തന്നെ ഞാൻ പറയുന്നു. അവർ വചനം തരട്ടെ, വചനത്തിന് മറുപടി പറയേണ്ട ബാധ്യതയെ നമുക്കുള്ളൂ. ലോകത്ത് ആരെങ്കിലുമൊക്കെ CD ഇറക്കിയിട്ട് അതിനെല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുക, എനിക്ക് വേറെ പണിയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും പുറകെ പോകാൻ സൗകര്യമില്ല. എനിക്കറിയാമല്ലോ, നമ്മളെല്ലാം ഒരു ബിസി ലൈഫ് ജീവിക്കുന്നവരാണ്. ഓക്കെ, ഇതൊന്നും കേട്ട് സമയം കളയാൻ പറ്റത്തില്ല. അവർക്ക് അവരുടെ ഉപദേശം തെളിയിക്കണമെങ്കിൽ ലെറ്റ് ദം ഫർണിഷ് ദ സ്ക്രിപ്ചർ. ഓക്കെ, അതിനകത്ത് പലരും കമന്റിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇത് ഇത്രയും എപ്പിസോഡ് കേൾക്കാത്തതുകൊണ്ടാണ്, നിങ്ങൾ കേൾക്കാതെയാണ് വിമർശിക്കുന്നത്. കേൾക്കാതെ അല്ല, ട്രാക്ട് വായിച്ചിട്ടാണ്. എനിക്കൊന്നും അറിയാൻ മേലായിരുന്നു എന്താണ് ബേസിക്കലി ഹൈപ്പർ ഡിസ്പെൻസേഷണലിസ്റ്റ് എന്താന്ന് ഞാൻ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കി. പക്ഷെ ഇവര് പർട്ടിക്കുലർലി എന്താ ഉപദേശിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ ട്രാക്ട് എടുത്ത് വെച്ച് വായിച്ചിട്ടാണ് ഇതെല്ലാം മനസ്സിലാക്കിയത്. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് സംസാരിച്ചത് മുഴുവൻ. അപ്പൊ ട്രാക്ട് ചെയ്താലും ദേ പബ്ലിഷ്ഡ് ഇറ്റ്, അതാണ് വായിച്ചത്. അത് വായിക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി ഇവരിങ്ങനെ അല്ല ട്രാക്റ്റിൽ എഴുതിയിരിക്കുന്നതെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അവർ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. യേശുക്രിസ്തു നമ്മുടെയും ടീച്ചറാണ്. യേശുക്രിസ്തു പറഞ്ഞ് നമുക്കും ആപ്ലിക്കബിൾ ആണ്. എന്തായാലും കർത്താവിനെ വേണ്ടാത്തവൻ, കർത്താവിനെ തള്ളി പറയുന്നവൻ ആയി മാറാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. ഗോഡ് ബ്ലെസ് യു ഓൾ.